السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الحمد لله الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة ولا حول ولا قوة إلا بالله العلي العظيم. ബഹുമാനരായ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, പരിശുദ്ധ ഖുർആനിലെ 134-ാമത്തെ പേജാണ് ഇന്ന് നമുക്ക് റൈഹാൻ ഖുർആൻ ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. അള്ളാഹു നമ്മുടെ ഈ സംഗമം സ്വാലിഹായ വരാനായി കബൂൽ ചെയ്യട്ടെ. നമ്മളോട് ദുആ ചെയ്യാൻ നമ്മൾ ദുആ ചെയ്യാൻ കടപ്പെട്ട എല്ലാവർക്കും, പ്രത്യേകിച്ച് നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, മുഫസ്സിരീങ്ങൾ, പണ്ഡിതന്മാർ, ഈ ക്ലാസ് കേൾക്കുന്നവർ, പിന്നീട് റെഫർ ചെയ്യുന്നവർ, ഇതിനുവേണ്ടി അധ്വാനിക്കുന്നവർ എല്ലാവർക്കും അല്ലാഹു തആല രണ്ട് ലോകത്തും ഖൈർ പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മൾ ആദ്യമായി ആ പേജിന്റെ പാരായണമാണ് നിർവഹിക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وكذلك فتنا بعضهم ببعض ليقولوا أهؤلاء من الله عليهم من بيننا أليس الله بأعلم بالشاكرين. وإذا جاءك الذين يؤمنون بآياتنا فقل سلام عليكم كتب ربكم على نفسه الرحمة أنه من عمل منكم سوءا بجهالة ثم تاب من بعده وأصلح فأنه غفور رحيم. وكذلك نفصل الآيات ولتستبين سبيل المجرمين. قل إني نهيت أن أعبد الذين تدعون من دون الله قل لا أتبع أهواءكم قد ضللت إذا وما أنا من المهتدين. قل إني على بينة من ربي وكذبتم به ما عندي ما تستعجلون به إن الحكم إلا لله يقص الحق وهو خير الفاصلين. قل لو أن عندي ما تستعجلون به لقضي الأمر بيني وبينكم والله أعلم بالظالمين. وعنده مفاتح الغيب لا يعلمها إلا هو ويعلم ما في البر والبحر وما تسقط من ورقة إلا يعلمها ولا حبة في ظلمات الأرض ولا رطب ولا يابس إلا في كتاب مبين. صدق الله العلي العظيم. സൂറത്തുൽ അൻആമിലെ 53 മുതൽ 59 വരെയുള്ള 8 ആയത്തുകളാണ് നമ്മൾ ഓതി വെച്ചത്. പരിശുദ്ധ ഖുർആനിലെ 7-ാമത്തെ ജുസ്ഇൽ 134-ാമത്തെ പേജ്. നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ പേജിലെ അവസാനത്തെ 52-ാം ആയത്തിന്റെ അവതരണ പശ്ചാത്തലത്തിലൂടെ നമ്മൾ മനസ്സിലാക്കിയത് സത്യവിശ്വാസത്തിന്റെ മഹിമയും ആ വിശ്വാസത്തിന്റെ പദവിയുമാണ്. സത്യവിശ്വാസികളായ ആളുകൾ എത്ര പാവപ്പെട്ടവനോ കുലമാഹാത്മ്യമോ തറവാട് മഹാത്മ്യമോ ഒന്നുമില്ലാത്തവനോ ആണെങ്കിലും അയാൾ സമാദരണീയനാണ്, അവരെ വേണ്ട വിധം പരിഗണിക്കണം, ആട്ടിയകറ്റരുത് എന്നൊക്കെയാണല്ലോ അവിടെ പറഞ്ഞത്. അതായത് സത്യനിഷേധികളുടെ ആവശ്യത്തിന് വഴങ്ങി നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങയോടൊപ്പമുള്ള പച്ചപ്പാവങ്ങളായ ഈ മുഅ്മിനീങ്ങളെ ആട്ടിയകറ്റരുത് എന്നാണ് അല്ലാഹു തആല പറഞ്ഞത്. ഇനി അടുത്ത 53-ാമത്തെ ആയത്തിൽ നമ്മൾ പഠിക്കുന്നത് ഇത്തരം പാവപ്പെട്ട സ്വഹാബത്തിനെ ഈ മുശ്രിക്കീങ്ങൾ പരിഹസിക്കുന്നതിനെ കുറിച്ചാണ്. അവര് പറയാ,
ഞങ്ങളെപ്പോലുള്ള വലിയ വലിയ സ്ഥാനമാനങ്ങളൊക്കെ ഉള്ള ആളുകൾ ഇവിടെ ഉണ്ടായിട്ട് ഈ പാവങ്ങളെയാണോ അള്ളാഹുവിന് ഹിദായത്ത് കൊടുക്കാൻ കിട്ടിയത്? അങ്ങനെയാണ് പരിഹസിക്കുന്നത്. ഞങ്ങൾക്ക് ഇവിടെ അല്ലേ, ഞങ്ങൾക്കല്ല ഹിദായത്ത് മേന്മയാണെങ്കിൽ ആ ഹിദായത്ത് ഞങ്ങൾക്കല്ല കിട്ടേണ്ടത്, ഈ പാവങ്ങൾക്കാണ് റബ്ബ് കൊടുക്കേണ്ടത്, അവരെയാണോ റബ്ബ് അനുഗ്രഹിക്കേണ്ടത്? എന്നിട്ട് അള്ളാഹു തആല തുടർന്ന് പറയുന്നത് ഇതെല്ലാം ചില പരീക്ഷണങ്ങളാണെന്നാണ്. അതായത് സത്യം എപ്പോഴും സ്വീകരിക്കാൻ ആദ്യമായി മുന്നോട്ട് വരുന്നത് സാധാരണഗതിയിൽ പാവങ്ങളും സമൂഹത്തിന്റെ താഴേക്കടയിലുള്ള ആളുകളുമായിരിക്കും. അതൊരു യാഥാർത്ഥ്യമാണ്. പ്രമാണിവർഗം പലപ്പോഴും ഇത്തരം സംഗതികളിൽ പിന്നോക്കം നിൽക്കുന്നവരാണ്. ഇതൊക്കെ അള്ളാഹു ചെയ്യുന്ന ചില പരീക്ഷണങ്ങളാണ്. ഇങ്ങനെ പരീക്ഷിക്കുമ്പോൾ ഇവരാണോ അനുഗ്രഹീതരും നല്ലവരും, ഞങ്ങളല്ലേ അതിനർഹർ എന്നൊക്കെ പ്രമാണിവർഗം പുച്ഛിക്കുന്നതും പരിഹസിക്കുന്നതും ഒക്കെ പണ്ടേ പതിവുള്ളതാണ്. അതാണ് ഇവിടെയും കാണുന്നത്. അള്ളാഹു തആലയുടെ ഓരോ പരീക്ഷണങ്ങളാണിത് എന്ന് ചേർത്ത് മനസ്സിലാക്കണം. ഹിദായത്ത് ആർക്ക് കൊടുക്കണമെന്നും അത് നൽകിയാൽ ആരാണ് അതിന് നന്ദി ചെയ്യുക എന്നൊക്കെ കൃത്യമായി അറിയുന്നവനാരാ? അള്ളാഹു അല്ലേ. അതിനനുസരിച്ച് അവൻ കാര്യങ്ങൾ ചെയ്യും. ആയത്ത് നോക്കൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വകദാലിക ഫതന്നാ ബഅദഹും ബിബഅദ് ലിയഖൂലു അഹഉലാഇ മന്നല്ലാഹു അലൈഹിം മിൻ ബൈനിനാ അലൈസല്ലാഹു ബിഅലമ ബിശ്ശാകിരീൻ. വകദാലിക അപ്രകാരം, അവ്വിധം, ഫതന്നാ നമ്മൾ പരീക്ഷണ വിധേയരാക്കുന്നതാണ്, അത് പരീക്ഷണ വിധേയരാക്കി, ബഅദഹും അവരിൽ ചിലരെ, ബിബഅദിൻ മറ്റു ചിലരെ കൊണ്ട്. എന്തിനാണ് അങ്ങനെ പരീക്ഷിക്കുന്നത്? ലിയഖൂലു അവർ ചോദിക്കാൻ വേണ്ടി, അഹഉലാഇ ഈ കൂട്ടരെയാണോ, മന്നല്ലാഹു അലൈഹിം ഇവർക്കാണോ അല്ലാഹു തആല അനുഗ്രഹം ഔദാര്യം ചെയ്തു കൊടുത്തത്? ഈ നമ്മുടെ ഇടയിൽ നിന്ന് ഈ പാവങ്ങൾക്കാണോ അള്ളാഹു ഔദാര്യം ചെയ്തു കൊടുത്തത് ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരിക്കെ എന്നവർ ചോദിക്കുന്ന ആ ഒരു ലെവലിലേക്ക് എത്തുന്ന വിധം അള്ളാഹു അവരെ പരീക്ഷിക്കുകയാണ്. നമ്മൾ അവരെ പരീക്ഷിച്ചു. മന്ന എന്ന് പറഞ്ഞാൽ അനുഗ്രഹം ചെയ്തു, നിഅമത്തുകൾ ചെയ്തു എന്നൊക്കെയാണ് അർത്ഥം. അപ്പൊ ആ മുശ്രിക്കീങ്ങൾ പാവപ്പെട്ട ആളുകളെ ചൂണ്ടിയിട്ട് പറയാണ്, ഇവരെയാണോ ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരിക്കെ ഹിദായത്ത് കൊണ്ട് അനുഗ്രഹിക്കാൻ അള്ളാഹുവിന് കിട്ടിയത്? എന്നിട്ട് അള്ളാഹു തആല പറയുന്നു, അലൈസല്ലാഹു ബിഅലമ ബിശ്ശാകിരീൻ. ആരാണ് ഏറ്റവും കൂടുതൽ നന്ദി ചെയ്യുക എന്നത് ഏറ്റവും അറിയുന്നവൻ അള്ളാഹു അല്ലേ. നന്ദിയുള്ളവരാണെന്നും ഹിദായത്ത് ആർക്ക് കൊടുക്കണമെന്നും എനിക്കല്ലേ കൂടുതൽ അറിയുക എന്നാണ് അള്ളാഹു തആല ചോദിക്കുന്നത്. അലൈസല്ലാഹു ബിഅലമ ബിശ്ശാകിരീൻ. നന്ദി കാണിക്കുന്നവരെ കുറിച്ച് നന്നായി അറിയുന്നവൻ അള്ളാഹു അല്ലയോ? പുറമോടി നോക്കിയിട്ടല്ലോ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അള്ളാഹു മനുഷ്യന്റെ പുറത്തേക്കല്ല നോക്കുന്നത്, ഖൽബിലേക്കാണ് നോക്കുന്നത്. നിരവധി ഹദീസുകളിൽ ആ വിഷയം വ്യക്തമായി പറഞ്ഞിട്ടുള്ളതാണ്. ഖൽബിലേക്ക് നോക്കുന്നത് അവിടെയാണ് തഖ്വ എന്നുള്ളത് കൊണ്ടാണ്. ഈ പാവപ്പെട്ട സഹാബികളുടെ തഖ്വ ഖൽബിലാണ്, പുറംമൂടിയിലല്ല കാര്യം. അതുകൊണ്ട് നിങ്ങൾ അവരെ പരിഹസിക്കണ്ട. നിങ്ങൾ അങ്ങനെ പരിഹസിക്കുന്നത് എന്റെ ഭാഗത്ത് പരീക്ഷണമാണ്. ഇവിടെ ദുന്യാവിൽ പല ആളുകളും പുറംമൂടിയാണ് നോക്കുക. പലപ്പോഴും അതിനെ കഴിയും. മനസ്സിലുള്ളത് വായിക്കാൻ ആർക്കാ കഴിയുക? നമ്മളവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കോടതി വ്യവഹാരങ്ങളിലും മറ്റുമൊക്കെ ഏർപ്പെടുമ്പോൾ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. കാരണം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സാക്ഷികളുടെ മൊഴിയനുസരിച്ചൊക്കെയാണ് അവിടെ വിധി വരിക. ആരുടെയും ഉള്ളു തുറന്നു നോക്കാൻ കോടതിക്ക് കഴിയില്ലല്ലോ. അപ്പൊ നമ്മൾ അത്തരം ഏരിയകളിൽ ഇടപെടുമ്പോൾ, അത്തരം വിഷയങ്ങളിൽ ഇടപെടുന്ന സമയത്ത് സത്യസന്ധമായിട്ട് വേണം ഇത് ചെയ്യാൻ. ഇല്ലെങ്കിൽ കോടതിക്ക് മുമ്പിൽ തൽക്കാലം എന്തെങ്കിലുമൊക്കെ നുണ പറഞ്ഞിട്ടോ മറ്റെന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടോ രക്ഷപ്പെടുമെങ്കിലും അള്ളാഹുവിന്റെ കോടതിയിൽ രക്ഷപ്പെടില്ല. അപ്പോ ഒരു മനുഷ്യന്റെ ഉള്ളു നോക്കാൻ ആർക്കും കഴിയില്ല. അത്തരം കാര്യങ്ങൾ ഏർപ്പെടുന്ന സമയത്ത് ശ്രദ്ധിക്കണമെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. കാരണം ദുനിയാവിലെ ആളുകൾക്ക് പുറമൂടെ നോക്കാൻ കഴിയുക ഈ മുശ്രിക്കീങ്ങൾ നോക്കിക്കണ്ടതുപോലെ. നിങ്ങൾ മുശ്രിക്കീങ്ങളെ, നിങ്ങൾ ഈ പാവപ്പെട്ട സ്വഹാബികളുടെ പുറംമൂടി അല്ലെങ്കിൽ അവരുടെ പുറമെ കാണുന്ന കാഴ്ച മാത്രമാണ് നിങ്ങൾ മനസ്സിലാക്കിയത്. അവരങ്ങനെയല്ല. ഒരു വലിയ സ്ഥാനമാനങ്ങളുള്ള, റബ്ബിനെ പേടിക്കുന്ന, മനസ്സിൽ തഖ്വ സൂക്ഷിക്കുന്ന ആളുകളാണ് എന്ന് റബ്ബ് ബോധ്യപ്പെടുത്തുകയാണ്. 54-ാമത്തെ ആയത്തിലേക്ക് കടക്കാം. അപ്പോൾ അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി സമയം ചെലവഴിക്കുന്ന നിഷ്കളങ്കരായ ആളുകൾ, അവരെത്ര പാവങ്ങളാവട്ടെ, അവരൊരിക്കലും മാറ്റി നിർത്തരുത്. അവരോടുള്ള ബന്ധം തുടരുക തന്നെ വേണം എന്നാണ് ഇനി ഒന്നുകൂടെ അള്ളാഹു തആല ഊന്നി പറയുന്നത്. ആട്ടിപ്പുറത്താക്കണമെന്ന ആവശ്യം കേട്ടപ്പോ
ആ പാവപ്പെട്ട സ്വഹാബികൾക്കുണ്ടായ മനോവേദന തീർക്കാൻ വേണ്ടി അള്ളാഹു തആല അവരെ ആശ്വസിപ്പിക്കുക കൂടിയാണ്. ഈ പാവങ്ങളെപ്പോലെ അള്ളാഹുവിന്റെ സന്ദേശങ്ങൾ വിശ്വസിക്കാൻ മുന്നോട്ട് വന്നവർ ആരായാലും വേണ്ടില്ല, എത്ര പാവങ്ങളായാലും വേണ്ടില്ല, അവരെ അഭിവാദ്യം ചെയ്ത് സ്വീകരിക്കുക തന്നെ വേണം. എന്ന് മാത്രമല്ല, നബിയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് നിങ്ങൾ സന്തോഷ വാർത്ത കൂടി അറിയിക്കണം. എന്താ സന്തോഷ വാർത്ത? അള്ളാഹുവിന്റെ കാരുണ്യം അവർക്ക് ലഭിക്കുമെന്ന് പറയണം. അറിവില്ലായ്മ കൊണ്ട് അവരെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തെറ്റുകൾ വന്നു പോയാൽ തന്നെ അതിൽ ഖേദിച്ചു മടങ്ങിയാൽ അള്ളാഹുവിനെ പുറത്തു കൊടുക്കുകയും ചെയ്യുമെന്ന സന്തോഷ വാർത്ത കൂടി അവരോട് പറയണം. ആയത്ത് നോക്കൂ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൈദാ ജാഅക അല്ലദീന യുഅ്മിനൂന ബിആയാതിനാ ഫഖുൽ സലാമുൻ അലൈക്കും കതബ റബ്ബുക്കും അലാ നഫ്സിഹിർ റഹ്മ അന്നഹു മൻ അമില മിൻകും സൂഅൻ ബിജഹാലഹ ثم تاب من بعده وأصلح فأنه غفور رحيم. وإذا جاءك نبي صلى الله عليه وسلم അങ്ങടുത്ത് വന്നാൽ الذين يؤمنون بآياتنا, നമ്മുടെ ലക്ഷ്യങ്ങൾ, നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുന്ന മുഅ്മിനീങ്ങളായ ആളുകൾ അങ്ങേ അടുക്കലേക്ക് വന്നാൽ, ഈ പറയപ്പെട്ട പാവപ്പെട്ട ആളുകളാണ് ഉദ്ദേശം, അവർ നിങ്ങളുടെ അടുക്കലേക്ക് വന്നാൽ ഫഖുൽ, നിങ്ങൾ അവരോട് പറയണം, സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവട്ടെ എന്ന് നിങ്ങൾ അവരെ അഭിവാദ്യം ചെയ്യണം. അവിടെ അങ്ങോട്ട് സലാം പറയണമെന്നർത്ഥം. എന്നിട്ട് ഇതുകൂടെ പറയണം, കതബ റബ്ബുക്കും അലാ നഫ്സിഹിർ റഹ്മ, കരുണ ചെയ്യുക എന്നത് തന്റെ ബാധ്യതയായിട്ടാണ് നിങ്ങളുടെ രക്ഷിതാവ് നിശ്ചയിച്ചിരിക്കുന്നത്. കതബ റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ് നിശ്ചയിച്ചിരിക്കുന്നു ബാധ്യതയായി അലാ നഫ്സിഹി, തന്റെ മേൽ അർറഹ്മത, കാരുണ്യം ചൊരിയുക എന്നത്. അതായത് അന്നഹു, എന്താണത്? ആ കാരുണ്യം എന്താണ്? മൻ അമില മിൻകും, നിങ്ങളിൽപ്പെട്ട ആരെങ്കിലും പ്രവർത്തിച്ചാൽ, സൂഅൻ, വേണ്ടാത്തത് ഒരു തെറ്റ് ചെയ്താൽ, ബിജഹാലത്തിൻ, അറിവില്ലാതെ, തുമ്മ താബ മിൻ ബഅദിഹി, പിന്നീട് അതിനുശേഷം തൗബ ചെയ്ത് മടങ്ങുകയും ചെയ്താൽ, വഅസ്ലഹ, സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്താൽ, ഫഅന്നഹു ഗഫൂറുർ റഹീം, അല്ലാഹു നിശ്ചയം ധാരാളം പൊറുക്കുന്നവനും കരുണ ചെയ്യുന്നവനുമാണ്. അപ്പൊ ഇങ്ങനെ സന്തോഷ വാർത്ത കൂടെ അവർ അറിയിക്കണം. സലാം പറഞ്ഞാൽ മാത്രം പോരാ, അവർ അങ്ങോട്ട് ചെന്ന് അഭിവാദ്യം ചെയ്താൽ മാത്രം പോരാ, അവരോട് ഇങ്ങനെ കൂടി പറയണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ അല്ലാഹു ഉണർത്തുകയാണ്. അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഏത് നല്ല കാര്യമാവട്ടെ അത് അംഗീകരിക്കാൻ ആദ്യം മുന്നോട്ട് വരിക സാധാരണക്കാരായ താഴെക്കിടക്കാരായ ആളുകളായിരുന്നു. അതൊരു വസ്തുതയാണ്. പ്രവാചകന്മാരെ വിശ്വസിക്കുന്ന കാര്യത്തിലും എല്ലാ കാലത്തും അങ്ങനെ തന്നെ ഉണ്ടായത്. അതിന് മുൻപന്തിയിലുണ്ടായിരുന്നത് സാധുക്കളായ ആളുകളായിരുന്നു. ഒരുപാട് പ്രവാചകന്മാർക്ക് ഇത്തരം ആക്ഷേപങ്ങൾ പണ്ട് മുതലേ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ സമുദായത്തിലെ പ്രമാണിവർഗം മഹാനവർകൾ പറഞ്ഞത് എന്താ? സൂറത്ത് ഹൂദിലെ 27-ാമത്തെ ആയത്തിലുണ്ട്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, മാ നറാക ഇല്ലാ ബശറൻ മിസ്ലനാ വമാ നറാക തബഅക ഇല്ലല്ലദീന ഹും അറാദിലുനാ ബാദിയർ റഅയി. ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട വളരെ നിസ്സാരന്മാരായ ആളുകളാണ് നിന്റെ കൂടെയുള്ളത് എന്ന് നൂഹ് നബി അലൈഹി ഇസ്ലാമിനോട് ആളുകൾ പറഞ്ഞ് പരിഹസിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ആദ്യം വിശ്വസിച്ചവരും ദരിദ്രന്മാരായിരുന്നു, സ്ത്രീകളായിരുന്നു, തുടങ്ങിയ അടിമകൾ, ഇവരൊക്കെ തുടങ്ങിയ ദുർബല വിഭാഗമാണ് ആദ്യകാലങ്ങളിൽ മുസ്ലിങ്ങളായി വന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് നിരവധി രാജാക്കന്മാർക്ക് ദീനിലേക്ക് ദഅവത്ത് ചെയ്ത് കത്തയച്ചിരുന്നു. ആ കൂട്ടത്തിൽ ഹിറക്കലിനും കത്തയച്ചിരുന്നു, റോമാ ചക്രവർത്തിയായ. ആ കത്ത് കിട്ടിയപ്പോ അന്ന് ഷാമിൽ ഉണ്ടായിരുന്ന അബൂ സുഫ്യാൻ എന്നവരെ റളിയല്ലാഹു അൻഹു പിന്നീട് മുസ്ലിം ആയിട്ടുണ്ട്. ഈ രാജാവ് വിളിച്ചിട്ട് ഈ കത്തിനെ കുറിച്ച്, ഈ പ്രവാചകനെ കുറിച്ച് ഒരു അന്വേഷണം നടത്തിയിട്ടുണ്ട്. ആ അന്വേഷണത്തിന്റെ സംഭാഷണ മധ്യേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിൻപറ്റിയ ആളുകൾ ദുർബല വിഭാഗമാണ് എന്ന് ഒരു ചോദ്യത്തിന് ഉത്തരമായി അബൂ സുഫ്യാൻ റളിയല്ലാഹു അൻഹു രാജാവിനോട് പറഞ്ഞ സംഭവം പ്രസിദ്ധമാണ്. അങ്ങനെ പറഞ്ഞപ്പോ ആ രാജാവ് പറഞ്ഞത്രേ, അങ്ങനെ തന്നെയാണ് ഉണ്ടാവുക, റസൂലുകളെ പിൻപറ്റുന്ന ആളുകൾ ദുർബലന്മാരായിരിക്കും, സമൂഹത്തിലെ താഴേക്കടിലുള്ള ആളുകളായിരിക്കും. വൈദാ ജാഅക അല്ലദീന യുഅ്മിനൂന ബിആയാതിനാ ഫഖുൽ സലാമുൻ അലൈക്കും. അവർ നിങ്ങളുടെ അടുക്കിലേക്ക് വന്നാൽ നിങ്ങൾ അവരോട് അങ്ങോട്ട് അഭിവാദ്യം പറയണം. ഇവരാണ് നേരത്തെ അലൈഹിസ്സലാത്തു അലൈഹി ഷാക്കിരി എന്ന് ചോദിച്ചില്ല. അങ്ങനെ റബ്ബിനെ ഏറ്റവും കൂടുതൽ നന്ദി ചെയ്യുന്ന ആളുകൾ ഇവരാണ് എന്ന് റബ്ബിനറിയാം. അതുകൊണ്ട് അവരുടെ പദവി വീണ്ടും ഉയർത്തി കൊടുക്കുകയാണ്. നബിയെ നിങ്ങൾ അങ്ങോട്ട് ചെന്ന് സലാം പറയണം സല്ലല്ലാഹു അലൈഹി വസല്ലം. ആട്ടിപ്പുറത്താക്കാൻ വേണ്ടി പറഞ്ഞപ്പോ ആ വിഷമം റബ്ബ് ദൂരീകരിച്ചു കൊടുക്കുകയാണ്, അവരെ ആശ്വസിപ്പിക്കുകയാണ്. അവർക്ക് അങ്ങോട്ട് സലാം പറയണം. എന്നിട്ട് ഈ സംഭവത്തിന് ശേഷം ഇവരെ കാണുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമത്രേ, അള്ളാഹുവിനാണ് സ്തുതി,
എന്നോട് അങ്ങോട്ട് സലാം കൊണ്ട് തുടങ്ങാൻ കൽപ്പിക്കാൻ പറ്റുന്ന അത്രയും ശ്രേഷ്ഠരായ ആളുകൾ എൻ്റെ ഉമ്മത്തിലുണ്ടല്ലോ. എന്നോട് അങ്ങോട്ട് സലാം പറഞ്ഞ് തുടങ്ങാൻ കൽപ്പിക്കാൻ ഉതകുന്ന അത്രയും ശ്രേഷ്ഠതയുള്ള ആളുകൾ ഈ സമൂഹത്തിലുണ്ടല്ലോ. കാരണം റബ്ബ് എന്നോട് അവരോട് അങ്ങോട്ട് ചെന്ന് സലാം പറയാൻ വേണ്ടി പറഞ്ഞതാണ്. അത് ഇടക്കിടക്ക് അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുസ്മരിക്കും. അത്രേ വളരെ സമാധാനം, വളരെ സന്തോഷിപ്പിക്കുക. അപ്പൊ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട വിഷയം, ഇത്തരം സ്വാലിഹീങ്ങളെ, സജ്ജനങ്ങളെ, അവരെത്ര പാവപ്പെട്ടവരാവട്ടെ, തറവാടിത്തമോ കുലമഹില്ലാത്ത ആളുകളാട്ടെ, നമ്മൾ ബഹുമാനിക്കണം. ആരെ വിഷമിപ്പിക്കാൻ പാടില്ല. അത്തരം പ്രവർത്തനങ്ങൾ ഒഴിഞ്ഞു നിൽക്കണം. ഇമാം ഖുർത്തുബി തങ്ങൾ അവരുടെ തഫ്സീറിൽ പ്രത്യേകം വിഷയം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവരെ എങ്ങാനും നമ്മൾ അവരെ നമ്മൾ ദേഷ്യപ്പെടുത്തിയാൽ, അവരെ വിഷമിപ്പിച്ചാൽ അത് അള്ളാഹുവിന്റെ കോപത്തിന് കാരണമാകുമെന്നാണ്. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ സ്വഹീഹിൽ ഉദ്ധരിച്ചൊരു ഹദീസ് കാണാം. മഹാന്മാരായ സൽമാൻ, സുഹൈബ്, ബിലാൽ റളിയല്ലാഹു അൻഹു പച്ചപ്പാവങ്ങളായ സ്വഹാബികളാണ്. അവരിങ്ങനെ മൂന്നാളും കൂടെ നിൽക്കുന്ന, അവരും ചില സ്വഹാബികളുമുണ്ട്. അവരിങ്ങനെ നിൽക്കുമ്പോൾ അവരുടെ അടുത്തുകൂടെ അബൂ സുഫിയാൻ കടന്നുപോയി. അന്ന് മുസ്ലിം ആയിട്ടില്ല, റളിയല്ലാഹു അൻഹു, പിന്നീട് മുസ്ലിം ആയിട്ടില്ല. അദ്ദേഹം അങ്ങോട്ട് പോയപ്പോ ഈ സ്വഹാബികൾ ഇങ്ങനെ പറഞ്ഞത്രേ, അള്ളാഹുവിന്റെ ശത്രുവല്ലേ ഈ പോകുന്നത്, അള്ളാഹുവിന്റെ ഖഡ്ഗങ്ങൾ ഇനിയും ഈ കൊടിയ ശത്രുവിന്റെ കണ്ടത്തിൽ നിപതിച്ചില്ലല്ലോ എന്ന് പറഞ്ഞത്. അന്ന് മറുപക്ഷത്താണ്. ആ സാഹചര്യം അങ്ങനെയാണ്. ഇസ്ലാമിനെതിരെ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അതുകൊണ്ടാണ് ആ സ്വഹാബികൾ അബൂ സുഫിയാൻ എന്നതിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞത്. പക്ഷേ ഈ പറച്ചിൽ ആര് കേട്ടു? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കേട്ടു. ഇങ്ങനെ പറയുന്നത് അബൂ സുഫിയാനെ കുറിച്ച് പറയുന്നത് റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറഞ്ഞു ഈ സ്വഹാബികളോട്, നിങ്ങൾ ആരെക്കുറിച്ചാണ് ഈ പറഞ്ഞത്? ഖുറൈശിന്റെ സമാരാധ്യനായ നേതാവിനെ കുറിച്ചാണ് നിങ്ങൾ ഇതൊക്കെ പറയുന്നത്? എന്നിട്ട് അവിടെ നിന്ന് പോന്നിട്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് വന്നിട്ട് ഈ സംഗതി വിവരിച്ചു കൊടുത്തു. ഇങ്ങനെ സംഭവം ഉണ്ടായി നബിയെ, സഹാബികൾ ഇങ്ങനെ പറഞ്ഞു, ഞാൻ അവരോട് അങ്ങനെ പറയുകയും ചെയ്തു. എന്താണ് അവിടുന്ന് പ്രതികരിച്ചെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, അബൂബക്കർ, അങ്ങനെ നിങ്ങൾ അവരോട് സംസാരിക്കുക വഴി നിങ്ങൾ അവരെ പ്രകോപിപ്പിച്ചുവോ? നിങ്ങൾ അവരെ ദേഷ്യപ്പെടുത്തിയോ? അവർക്ക് നിങ്ങൾ കോപമുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിനെയാണ് നിങ്ങൾ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. ആ പാവപ്പെട്ട സ്വഹാബികളോട് നിങ്ങൾ അങ്ങനെ പറഞ്ഞതുകൊണ്ട് അവർക്ക് വല്ല വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അള്ളാഹുവിനെയാണ് പ്രകോപിപ്പിച്ചത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇത് കേട്ടപ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വലിയ പ്രയാസം ഓടിച്ചെന്നു. ഈ പറയപ്പെട്ട സ്വഹാബികളുടെ അടുത്തേക്ക്, പാവപ്പെട്ട സ്വഹാബികളുടെ അടുത്തേക്ക് ഓടിച്ചെന്നിട്ട് പറഞ്ഞു, ഞാൻ ആ പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമമുണ്ടായോ? നിങ്ങൾക്ക് ദേഷ്യമുണ്ടോ? അവർ പറഞ്ഞു, സാരല്ല, ഞങ്ങൾക്ക് അവനൊന്നുമില്ല, അള്ളാഹു താങ്കൾക്ക് പുറത്തു തരട്ടെ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആ സഹാബികളുടെ സമുന്നതമായ പദവി, അവരുടെ ശ്രേഷ്ഠത എത്രമാത്രമുണ്ട് എന്നാണ് ഈ സംഭവത്തിൽ മനസ്സിലാക്കിയത്. ഈ ആയത്ത് ആരുടെ കാര്യത്തിലാണ് ഇറങ്ങിയത് എന്നതിൽ ഒരു അഭിപ്രായമാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. അതായത് നമ്മൾ ഇതുവരെ പറഞ്ഞ വിഷയവുമായി ബന്ധപ്പെട്ട്, എന്ന് പറഞ്ഞാൽ പാവപ്പെട്ട സഹാബികൾ ആട്ടിയോടിക്കാൻ പറഞ്ഞപ്പോൾ ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അവരെ ആട്ടിയോടിക്കപ്പെടേണ്ടവരല്ല, ആദരിക്കപ്പെടേണ്ടവരാണ്, അങ്ങോട്ട് ചെന്ന് സലാം പറയേണ്ടവരാണ് അല്ലേ. ഇനി ഈ ആയത്തിന് വേറെ തഫ്സീറുകളുണ്ട്, മഹാന്മാരായ മുഫസ്സിറുകളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ വിശദ വിവരങ്ങളിൽ ഇപ്പോൾ കടക്കുന്നില്ല. കതബ റബ്ബുക്കും അലാ നഫ്സിഹി റഹ്മ, അള്ളാഹു റഹ്മത്ത് ചെയ്യുക എന്നത് തന്റെ മേൽ ബാധ്യതയായി നിശ്ചയിച്ചിരിക്കുന്നു. അള്ളാഹു നമ്മുടെ റഹ്മത്തെ ചെയ്യും. അള്ളാഹുവിന്റെ റഹ്മത്ത് 100 ഭാഗത്തിൽ 1 ഭാഗം മാത്രമാണ് മനുഷ്യരടക്കമുള്ള എല്ലാ ജീവികൾക്കും അനുഭവിക്കാൻ അള്ളാഹു ദുനിയാവിലേക്ക് ഇറക്കി തന്നു. ബാക്കി 99 ഭാഗവും ഖിയാമത്ത് നാളിൽ മുഅ്മിനീങ്ങൾക്ക് വാരിക്കോരി നൽകാനായി കാത്തുവച്ചിരിക്കുകയാണ്. അള്ളാഹു നമുക്ക് സൗഭാഗ്യം തരട്ടെ, ആമീൻ. ഇതേ സൂറത്തിന്റെ ഭാഗം, ഇതേ സൂറത്തിലെ 12ാമത്തെ ആയത്ത് നമ്മൾ പഠിച്ചപ്പോൾ, ഈ ആയത്തിന്റെ ഭാഗം ഇതേ സൂറയിലെ 12ാമത്തെ ആയത്ത് പഠിച്ചപ്പോൾ നമ്മൾ വിശദമായി പഠിച്ചിട്ടുണ്ട്. ഏതാണ് 12ാമത്തെ ആയത്ത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഖുൽ ലിമൻ മാ ഫിസ് സമാവാതി വൽ അർദ് ഖുൽ ലില്ലാഹ് കതബ അലാ നഫ്സിഹി റഹ്മ. നമ്മളവിടെ വിശദമായി പറഞ്ഞതാണ്. അതുകൊണ്ട് ആ ഭാഗം നമ്മൾ വിടാം. അടുത്ത ഭാഗം, ഈ ആയത്തിന്റെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗത്തിന്റെ അടുത്ത ഭാഗം, അന്നഹു മൻ അമില മിൻകും സൂഅൻ ബിജഹാല ثم تاب من بعده واصلح فانه غفور رحيم. വല്ലാതെ ആശ്വാസം തരുന്ന ആയത്താണല്ലേ. സൂറത്ത് നിസായിലെ 17ാമത്തെ ആയത്തിൽ നമ്മൾ ഈ വിഷയം പഠിച്ചിട്ടുണ്ട്.
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നമത് തൗബതു അലല്ലാഹി ലില്ലദീന യഅമലൂന സൂഅ ബിജഹാല ثم يتوبون من قريب فأولئك يتوب الله عليهم وكان الله عليما حكيما. അറിയാതെ അജ്ഞത മൂലം അല്ലെങ്കിൽ ബോധമില്ലാതെ അവിവേകം മൂലം തെറ്റ് ചെയ്യുകയും പിന്നെ താമസിയാതെ ഖേദിച്ച് മടങ്ങുകയും ചെയ്യുന്നവരുടെ പശ്ചാത്താപമേ റബ്ബ് സ്വീകരിക്കുകയുള്ളൂ. അവരുടെ അവൻ സ്വീകരിക്കും. അവൻ സൂക്ഷ്മജ്ഞാനിയും യുക്തിമാനുമാണ്. അല്ലാഹു സ്വീകരിക്കുന്ന തൗബയും ഉണ്ട്, സ്വീകരിക്കാത്ത തൗബയും ഉണ്ട് എന്നർത്ഥം. ഇവിടെ രണ്ടിടത്തും ومن يعمل سوءا بجهالة أنه من عمل منكم سوءا بجهالة അതേപോലെ ലില്ലാഹി യഅമലുന സൂഅ ബിജഹാല രണ്ടിടത്തും ജഹാല എന്ന പ്രയോഗം പറഞ്ഞിട്ടുണ്ട്. അറിവില്ലാതെ തെറ്റ് ചെയ്യുന്ന ആളുകളൊക്കെ ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് ജാഹിലാണ്, വിവരമില്ലാത്തവനാണ്. കാരണം അള്ളാഹു എല്ലാം കാണുന്നുണ്ട് എന്നതിനെ കുറിച്ചും ഓരോ തെറ്റിനും ഉള്ള ഭയങ്കര ശിക്ഷയെക്കുറിച്ചുമൊക്കെ ശരിയായ വിവരവും ബോധവും തൻ്റെ ഇടവുമുള്ള ആളുകൾ ആ തെറ്റ് ചെയ്യില്ലല്ലോ. ആ തെറ്റ് ചെയ്യുമ്പോൾ അയാൾ ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് ജാഹിലാണ്. ഇനി അതൊക്കെ അറിയുന്ന ആൾ തന്നെ ഓരോ ശിക്ഷയെക്കുറിച്ചും ഇന്നതാണ് ഈ തെറ്റിന്റെ ശിക്ഷ എന്നൊക്കെ അറിയുന്ന ആൾ തന്നെ ചിലപ്പോ ചില ദുർബല നിമിഷങ്ങളിൽ ഒന്നും അറിയാത്തവനെ പോലെ വീണ്ടും വിചാരമില്ലാതെ തെറ്റ് ചെയ്യാൻ, അപ്പോഴും അയാൾ ജാഹിൽ തന്നെയാണ്. അതാണ് ഇപ്പൊ ജഹാരത്തിന് എന്ന് പറഞ്ഞതിന്റെ ആശയം. പിന്നെ അതിനുശേഷം തൗബ ചെയ്യുകയും ചെയ്താൽ, അതിനുശേഷം എന്ന് പറഞ്ഞാൽ സൂറത്തുൽ നിസായിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ആയത്തിൽ മിൻ ഖരീബിൻ എന്നാണുള്ളത്. തെറ്റ് സംഭവിച്ചു പോയാൽ വളരെ പെട്ടെന്ന് തൗബ ചെയ്യണം എന്നർത്ഥം. പിന്നേക്ക് വെക്കരുത്. കാരണം മരണം എപ്പോഴും വരാലോ. അടുത്ത സമയം തന്നെ തൗബ ചെയ്ത് മടങ്ങണം. അങ്ങനെ നമ്മൾ തൗബ ചെയ്ത് മടങ്ങിയാൽ അല്ലാഹു ഗഫൂറാണ്, റഹീമാണ്. എന്തൊക്കെ എങ്ങനെയൊക്കെ തെറ്റുകൾ ചെയ്ത ആളുകളാണെങ്കിലും തൗബയുടെ വാതിൽ റബ്ബ് നമ്മുടെ മുമ്പിൽ തുറന്നു വെച്ചിരിക്കുകയാണ്. മരിക്കുന്നത് വരെ സമയമുണ്ട്. റൂഹ് തൊണ്ടക്കുലെത്തുന്ന വരെ സമയം. അല്ലാഹു തആല പുറത്തു തരും. ചോദിച്ചാൽ പുറത്തു തരൂലേ? നമ്മൾ ചോദിക്കുന്നത് ആ ചോദ്യത്തിന് ഒന്നും തരാതെ നമ്മളെ മടക്കുക എന്നത് റബ്ബിന് ഹയാ ഉള്ള വിഷയമാണ്. റബ്ബിനത് ഒരുതരം നാണമാണെന്നാണ്. തട്ടൂല എന്ന് മാത്രമല്ല, തൗബ ചെയ്ത് മടങ്ങുന്ന റബ്ബിന് വലിയ സന്തോഷമാണ്. നമ്മൾ ചോദിച്ച ചോദ്യം നമുക്ക് ഏതെങ്കിലും വിധത്തിൽ അല്ലാഹു തആല പരിഹരിച്ചു തരും. നമ്മുടെ തെറ്റുകൾ പുറത്തു വരികയും ചെയ്യും. അല്ലാഹു അല്ലാതെ ആരാണ് നമുക്ക് തെറ്റുകൾ പുറത്തു തരാനുള്ളത്? സൂറത്ത് ആലി ഇംറാൻ 135 നമ്മൾ പഠിച്ചതുപോലെ അല്ലാഹു അല്ലാതെ ആരാ തെറ്റുകൾ പൊറുക്കാനുള്ളത്? അല്ലാഹു ഞങ്ങളുടെ എല്ലാ തെറ്റുകളും നീ പുറത്തു മാപ്പാക്കി തരാനായിട്ടും പുരാനെ ഞങ്ങൾ മനസ്സറിഞ്ഞ് തൗബ ചെയ്ത് മടങ്ങാണെന്ന് സ്വീകരിക്കാൻ റബ്ബേ ആമീൻ. ശരിയായ തൗബയായിരിക്കണമെന്ന് മാത്രം. നിബന്ധനകൾ പാലിച്ച തൗബ. 3 പ്രധാനപ്പെട്ട കണ്ടീഷനുകളുണ്ട് അല്ലേ? ഒന്ന്, ആ തെറ്റ് പാടെ നിർത്തണം. ചെയ്ത തെറ്റിന്മേൽ ഖേദം വേണം. ഇനി ഒരിക്കലും ആ തെറ്റ് ചെയ്യൂല എന്ന് ഉറപ്പ് വേണം. ഇതാണ് 3 നിബന്ധനകൾ. പിന്നെ മറ്റൊരു നിബന്ധന കൂടെയുണ്ട്. മനുഷ്യന്മാരുമായി ബന്ധപ്പെട്ട ഹക്കറപാടുകളാണെങ്കിൽ അത് തീർക്കണം. എന്നിട്ട് തോന്നിച്ചു അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ആമീൻ. തെറ്റുകളിലേക്ക് പോകാതെ നമ്മുടെ ബാക്കിയുള്ള ആയുസ്സ് അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. 55-ാമത്തെ ആയത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇനി പറയുന്നത് ഇങ്ങനെയൊക്കെ അല്ലാഹു തആല ഓരോ കാര്യങ്ങളും വിസ്തരിച്ച് വിവരിച്ച് പറഞ്ഞു തരുന്നത് സത്യവും യാഥാർത്ഥ്യവും ഒക്കെ വ്യക്തമായി മനസ്സിലാക്കാനും ദുർമാർഗം ഇന്നതാണ് എന്ന് ഉരുത്തിരിയാൻ വേണ്ടിയാണ്. ആയത്ത് നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വകദാലിക നുഫസ്സിലുൽ ആയാതി വലിതസ്തബീന സബീലുൽ മുജ്രിമീൻ. വകദാലിക ഇപ്രകാരം നുഫസ്സിലു നമ്മൾ വിവരിച്ചു തരികയാണ് അൽ ആയാതി ദൃഷ്ടാന്തങ്ങൾ, നമ്മുടെ ലക്ഷ്യങ്ങൾ. ഓരോ നിയമങ്ങളും ദൃഷ്ടാന്തങ്ങളൊക്കെ അല്ലാഹു തആല അങ്ങനെ വിവരിച്ചു തരണം. ആയത്തുകൾ വിവരിച്ചു തരിക. എന്തിനാത്? വലിതസ്തബീന, വേർതിരിഞ്ഞ് കാണാൻ കൂടി വേണ്ടിയാണിത്. എന്ത് വേർതിരിഞ്ഞ് കാണാൻ? സബീലുൽ മുജ്രിമീന, അധർമ്മകാരികളുടെ ദുർമാർഗികളുടെ വഴി സ്പഷ്ടമായി വേർതിരിഞ്ഞ് കാണാൻ വേണ്ടി കൂടിയാണ് നമ്മളിങ്ങനെ കാര്യങ്ങൾ വിശദമായി പറഞ്ഞു തരുന്നത്. ഇസ്തബാന, ഇസ്തബീൻ എന്നൊക്കെ പറഞ്ഞാൽ വ്യക്തമാകുക എന്നർത്ഥം. ബാന എന്ന് പറഞ്ഞാൽ വ്യക്തമായി. ആയാത്ത്, ഒരിക്കലും നിഷേധിക്കാൻ കഴിയാത്ത തെളിവ്. അതിനാണ് ആയത്ത് എന്ന് പറയുന്നത്. ആയത്തുൻ എന്നതിന്റെ പ്ലൂറലാണ് ആയ. ഒരിക്കലും ഒരു മനുഷ്യന് ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത ദൃഷ്ടാന്തം. അല്ലാഹു തആല റബ്ബിന്റെ അടുത്തേക്ക് എത്താനുള്ള കുറെ വഴികൾ നമുക്ക് പറഞ്ഞു തരും അല്ലേ? അള്ളാഹുവിന്റെ കോപത്തിൽ നിന്ന്, റബ്ബിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ വഴികൾ പറഞ്ഞു തരും.
അപ്പൊ ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞു തരുമ്പോഴാണ് ദുർമാർഗരുടെ വഴി ഇന്നതാണ് എന്നും നല്ലവരുടെ വഴി ഇന്നതാണെന്ന് മനസ്സിലാവുക. ഈ ആയത്തിൽ വലി തസ്തദീന സബീലുൽ മുജ്രിമീൻ എന്നേ പറഞ്ഞിട്ടുള്ളൂ. മുജ്രിമീങ്ങളുടെ വഴി വേർതിരിച്ചറിയാൻ, സൽക്കർമ്മകാരികളുടെ വഴി വേർതിരിച്ചറിയാൻ എന്ന് പറഞ്ഞിട്ടില്ല. അതവിടുന്ന് വ്യക്തമാണ്. കാരണം മുജ്രിമീങ്ങളുടെ, കുറ്റവാളികളുടെ, ദുർമാർഗികളുടെ വഴി വ്യക്തമായാൽ പിന്നെ സ്വാഭാവികമായും മറ്റേ വഴിയോടെ വ്യക്തമാവുമല്ലോ. അതുകൊണ്ട് പ്രത്യേകം പറയാതിരുന്നതാണ്. പരിശുദ്ധ ഖുർആന്റെ ശൈലിയാണത്. വേറെയും പല സ്ഥലത്തും അങ്ങനെയുണ്ട്. അടുത്ത ആയത്തിലേക്ക് കിടക്കുന്ന 56-ാമത്തെ ആയത്ത്. ഇനി ബിംബാരാധനയിൽ പങ്കുചേരാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുശ്രിക്കുകൾ ആവശ്യപ്പെട്ടിരുന്നു. അതിനുള്ള മറുപടിയാണ് പറയുന്നത്. ആയത്ത് നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഇന്നി നുഹീതു അൻ അഅ്ബുദല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹ് ഖുൽ ലാ അത്തബിഉ അഹ്വാഅകും ഖദ് ളലൽതു ഇദൻ വമാ അന മിനൽ മുഹ്തദീൻ. ഖുൽ, നബിയെ താങ്കൾ പറയൂ, ഇന്നി, നിശ്ചയമായും ഞാൻ, നുഹീതു, നിരോധിക്കപ്പെടുക തന്നെ ചെയ്തിട്ടുണ്ട്. എന്തിന്? അൻ അഅ്ബുദല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിനെ കൂടാതെ നിങ്ങൾ ആരാധിക്കുന്നതിനെ ആരാധിക്കാൻ. അത് പാടില്ല എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. നുഹീതു, ഞാൻ നിരോധിക്കപ്പെട്ടിട്ടുണ്ട്. ഖുൽ, നബിയെ താങ്കൾ പ്രഖ്യാപിക്കണം, ലാ അത്തബിഉ അഹ്വാഅകും, ഞാൻ നിങ്ങളുടെ തന്നിഷ്ടങ്ങളെ പിൻപറ്റാൻ പോണില്ല. ഞാൻ നിങ്ങളെ തന്നിഷ്ടങ്ങളെ പിൻപറ്റില്ല. ഖദ് ളലൽതു ഇദൻ, ഞാൻ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ വഴിപിഴച്ചു പോയവൻ തന്നെയാണ്. ഖദ് ളലൽതു, ഞാൻ വഴി തെറ്റിയത് തന്നെ. ഇദൻ, ഞാൻ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ. അതുകൊണ്ട് എന്നെ കിട്ടൂല. വമാ അന മിനൽ മുഹ്തദീൻ, അങ്ങനെ ഞാൻ ചെയ്യുകയാണെങ്കിൽ സന്മാർഗപ്രാപ്തിയിൽ ഞാൻ ഉൾപ്പെടുകയും ഇല്ല. മുഹ്തദീങ്ങളെ കൂട്ടത്തിൽ ഞാൻ പെടില്ല. അതുകൊണ്ട് ഞാൻ ആ പണിക്കില്ല. വളരെ കൃത്യമായ വേറൊരു മറുപടിയും ഒരു സൂറത്ത് മുഴുവൻ അതിനുവേണ്ടി ഉപയോഗിച്ച് അല്ലാഹു തആല കൊടുത്തിട്ടുണ്ട്. സൂറത്തുൽ കാഫിറൂൻ നമുക്കൊക്കെ അറിയാം. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന് തുടങ്ങുന്ന സൂറ. അതിന്റെ അവതരണ പശ്ചാത്തലത്തിൽ മുഫ്സിരീങ്ങൾ പറയുന്നത്, ഖുറൈശികളെ പ്രമാണിമായ ചില ആളുകൾ വന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, നമുക്കൊരു അഗ്രിമെന്റ് ഉണ്ടാക്കുക. എന്ത്? ഒരു കൊല്ലം ഞങ്ങൾ നീ ആരാധിക്കുന്ന റബ്ബിനെ ആരാധിക്കാം, അടുത്തൊരു കൊല്ലം നീ ഞങ്ങൾ ആരാധിക്കുന്ന ബിംബങ്ങളെയും ആരാധിക്കണം. എന്നാൽ പിന്നെ രണ്ടു കൂട്ടരും സമാസമമായല്ലോ. ഞങ്ങളടുത്താണ് ശരിയെങ്കിൽ അത് നീയും പങ്കാളിയായി, നിന്റെ അടുത്താണ് ശരിയെങ്കിൽ അതിൽ ഞങ്ങളും പങ്കാളിയായി. ഇത് പറഞ്ഞപ്പോഴാണ് ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന സൂറത്ത് ഇറങ്ങിയത്. ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ, എനിക്ക് കിട്ടൂല. അതേപോലെ ഒരു പ്രസ്താവമാണ് ഇവിടെയും അല്ലാഹു തആല അവരോട് തുറന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടി പറയുന്നത്. ഖുൽ ഇന്നി നുഹീതു അൻ അഅ്ബുദല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ കൂടാതെ ആരാധിച്ചിരുന്ന മറ്റു വസ്തുക്കൾ. അവർ നിരവധി ബിംബങ്ങൾ ആരാധിച്ചിരുന്ന ആളുകളായിരുന്നു. കുറേ ഉണ്ട്, താവഴിയായി കിട്ടിയതുണ്ട്, അല്ലാത്തതുണ്ട്. മുൻകഴിഞ്ഞ സമൂഹം ആരാധിച്ചു വന്നിരുന്ന വദ്, സുവാ, യഗൂസ്, യഊഖ്, നസ്ർ ഇതൊക്കെ ഖുറൈശികളും ആരാധിച്ചിരുന്ന. സൂറത്ത് നൂഹിന്റെ 23-ാമത്തെ ആയത്തിൽ വിഷയം അല്ലാഹു തആല പറയുന്നു. പ്രധാനപ്പെട്ട 5 ബിംബങ്ങളുടെ പേരാണ് അവിടെ പറഞ്ഞത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഖാലു ലാ തദറുന്ന ആലിഹതകും വലാ തദറുന്ന വദ്ദൻ വലാ സുവാഅൻ വലാ യഗൂസ് വയഊഖ വനസ്ര. പ്രധാനപ്പെട്ട 5 ബിംബങ്ങൾ. അത് പണ്ടുകാലത്ത് സജ്ജനങ്ങളായ ചില ആളുകൾ മരണപ്പെട്ട ശേഷം പിശാചിന്റെ പ്രേരണ മൂലം ആദ്യം അവരുടെ ഓർമ്മക്കായി പ്രതിമകൾ സ്ഥാപിച്ചു, പിന്നീട് അവ ആരാധിക്കപ്പെടുകയും ചെയ്തു. അങ്ങനെ അതാണ് ഈ 5 ആളുകളുടെ പേരാണത്. അങ്ങനെ മഹാന്മാരെ 5 ആളുകൾ പിന്നീട് അവർ ആരാധിക്കപ്പെടുകയാണ് ചെയ്തത്. ഇതേ പേരുള്ള ബിംബങ്ങൾ കാലാന്തരത്തിൽ അറബികൾക്കിടയിലും പ്രചരിച്ചു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ വിഷയം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ 5 എണ്ണത്തിന് പുറമെ വേറെയും ചില ബിംബങ്ങൾ അറബികൾക്കുണ്ടായിരുന്നു. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ ലാത്ത്, ഉസ്സ, മനാത്ത്, ഹബല് അല്ലെ? സൂറത്തു നജ്മിലെ 19-ലും 20-ലും ആവശ്യം അല്ലാഹു തആല പറയുന്നുണ്ട്. പലതിന്റെയും പേര് പറയുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അഫറഅയ്തുമുൽ ലാത്ത വൽ ഉസ്സ വമനാത്ത അസ്സാലിസത്തുൽ ഉഖ്റാ. അപ്പോൾ അറബി മുശ്രിക്കുകൾ ആരാധിച്ചു വന്നിരുന്ന അനേകം ബിംബങ്ങളിൽ ഏറ്റവും പ്രശസ്തമായതാണ് ഇവിടെ കുറച്ച് പേരുകൾ നമ്മൾ പറഞ്ഞത്. ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി ഓരോ ദൈവങ്ങൾ എന്ന നിലക്ക് 360ഓളം അതിലധികം ബിംബങ്ങൾ ഉണ്ടായിരുന്നു എന്ന് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അവരോട് പറയാണ്, അതിന് എന്നെ കിട്ടില്ല. ഖുൽ ലാ അത്തബിഉ അഹ്വാഅകും ഖദ് ളലൽതു ഇദൻ വമാ അന മിനൽ മുഹ്തദീൻ. ഞാൻ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും വലിയ തെറ്റ് ചെയ്ത ആളായി മാറും ഞാൻ. ബിംബാരാധന എന്നത് തികഞ്ഞ ദുർമാർഗമാണ്. അതാണ് ഏറ്റവും വലിയ തെറ്റ്. ഞാനത് ചെയ്യില്ല. ഇന്നിപ്പോ ആളുകളുടെ ഏറ്റവും വലിയ തെറ്റേതാന്ന് ചോദിച്ചാൽ കൊലപാതകം, വ്യഭിചാരം എന്ന് പറയുന്ന ഒരു കാലത്താണ് നമ്മളുള്ളത്. പക്ഷേ
ഏറ്റവും വലിയ തെറ്റ് അള്ളാഹുവിനോട് പങ്കുകാരെ ചേർക്കുക എന്ന ശിർക്ക് തന്നെയാണ്. ശിർക്ക് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് മാത്രം പ്രത്യേകമായ കാര്യങ്ങളിൽ അവന് പങ്കാളിയെ നിശ്ചയിക്കുക. അള്ളാഹു സ്രഷ്ടാവാണ്, മറ്റുള്ളവയെല്ലാം അവന്റെ സൃഷ്ടികൾ മാത്രമാണ്. അള്ളാഹുവിന് മാത്രം യോജിക്കുന്ന ചില കാര്യങ്ങളുണ്ട്, അതിൽ സൃഷ്ടികൾക്ക് കൂടി പങ്കുണ്ട് എന്ന് ആരെങ്കിലും വാദിച്ചാൽ അതിനാണ് ശിർക്ക് എന്ന് പറയുന്നത്. ഏറ്റവും ഗുരുതരമായ തിന്മയാണത്. അത് ചെയ്യാൻ ഞാനില്ല, നിങ്ങൾ ചെയ്യുന്നത് പോലെ. റസൂലുള്ളാഹിയുടെ ഏറ്റവും ഗൗരവമേറിയ തിന്മയെ കുറിച്ച് ചോദ്യങ്ങൾക്കൊക്കെ ആദ്യത്തെ മറുപടി അശ്ശിർക്ക് ബില്ലാഹ് എന്നായിരിക്കും പറയുക. സബൽ മുബിഖാത്ത് വൻ മഹാ തെറ്റുകൾ എണ്ണുമ്പോ ആദ്യമായി എണ്ണത് ശിർക്ക് ബില്ലയാണ്. ഈ ഷിർക്ക് തുടങ്ങിയത് എങ്ങനെയാണ് എന്ന് നമുക്ക് സാന്ദർഭികമായി മനസ്സിലാക്കാം. ആദിമ മനുഷ്യനായ ആദം നബി അലൈഹി ഇസ്ലാം അവിടത്തേക്ക് ശേഷമുള്ള 10 തലമുറ അവർ തൗഹീദിൽ തന്നെയായിരുന്നു, ഏകദൈവ വിശ്വാസം അംഗീകരിച്ചുകൊണ്ട് തന്നെയായിരുന്നു ജീവിച്ചു വന്നിരുന്നത്. അവരെല്ലാവരും ഒറ്റ സമുദായമായിരുന്നു. ആ ആദം നബി അലൈഹി ഇസ്ലാമിന്റെ തലമുറകൾക്ക് ശേഷം 10 തലമുറ കഴിഞ്ഞതിന് ശേഷമാണ് ഷിർക്ക് ആദ്യമായി ലോകത്ത് കടന്നു വരുന്നത്. സൂറത്ത് യൂനുസിലെ 19-ാമത്തെ ആയത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വമാ കാന അന്നാസു ഇല്ലാ ഉമ്മത്തൻ വാഹിദ. ഒരൊറ്റ സമുദായം, ആദ്യ 10 തലമുറ ഒരേ ഏകദൈവ വിശ്വാസത്തിൽ ജീവിച്ചു വന്നിരുന്ന ആളുകളായിരുന്നു. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ആദം നബി അലൈഹി ഇസ്ലാമിന്റെയും നൂഹ് നബി ഇസ്ലാമിന്റെയും ഇടയിൽ 10 തലമുറകളുണ്ടായിരുന്നു. അവരെല്ലാം തൗഹീദിലായിരുന്നു. പിന്നീടാണ് അവർ ഭിന്നിച്ചത്. അപ്പോഴാണ് അല്ലാഹു പ്രവാചകന്മാരെ താക്കീത് നൽകാനെന്ന് പറഞ്ഞയച്ചത്. എങ്ങനെയാണ് ആ ശിർക്ക് സംഭവിച്ചത്, ഉടലെടുത്തത് എന്നുകൂടി നോക്കാം. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആ ആദ്യത്തെ 10 തലമുറകളിൽ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മഹാന്മാരായ 5 ആളുകളെ വെച്ചാണ് പിശാച് ശിർക്കിന് വേണ്ടി പണിയെടുത്തത്. ഈ മഹാന്മാരായ 5 ആളുകൾ കാര്യപ്പെട്ട ആളുകളാണ്. ആളുകൾക്ക് സംശയം ചോദിക്കാൻ അവരെടുത്തേക്കാണ് പോവാ. എല്ലാവരും ആദരിക്കുന്ന ബഹുമാന്യരായ 5 പേർ, ദ്വാചിത്രമുള്ള ആളുകൾ, സ്വാലിഹീങ്ങളാണ് അവർ മരണപ്പെട്ടു. അവർ മരണപ്പെട്ടതിന് ശേഷം പിശാച് എന്ത് ചെയ്തു? അവരെ ഉപയോഗപ്പെടുത്തിയിട്ട് ആളുകളെ ശിർക്കിലേക്ക് നയിക്കാൻ ശ്രമിച്ചു. തുടക്കത്തിൽ അവരോട് പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യാൻ മതി, ആരാധിക്കൊന്നും വേണ്ട, നിങ്ങൾ പ്രതിമ ഉണ്ടാക്കി വെച്ചാൽ മതി. അവരങ്ങനെ ഓർക്കണ്ടേ, നിങ്ങൾക്ക് ഒരുപാട് ബഹുമാനാദരവുള്ള ആളുകളല്ല, അപ്പോൾ അവർക്ക് എപ്പോഴും അവരെ ഓർക്കണ്ടേ. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അവരെ പ്രതിമ ഉണ്ടാക്കുക, അത് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ആ സാധുക്കളും വിചാരിച്ച് ചെയ്യാൻ നല്ല കാര്യമാണ്, എപ്പോൾ ഇങ്ങനെ കണ്ടിരിക്കാലോ, ഓർമ്മിക്കാലോ, ഒരു ഓർമ്മക്ക് നല്ലതല്ലേ. അങ്ങനെ പ്രതിമ ഉണ്ടാക്കി. ആ പ്രതിമ ഉണ്ടാക്കിയ ആളുകൾ മരണപ്പെട്ടു പോയി. അവർ ആ തലമുറ കഴിഞ്ഞു. അതിനുശേഷം വന്ന തലമുറയെ പിശാച് എന്ത് ചെയ്തു? വീണ്ടും പോയി ദുർബോധനങ്ങൾ നൽകി. അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് അതൊക്കെ പിന്നെ മുമ്പുള്ള ആളുകൾ ആരാധിച്ചിരുന്ന സംഗതികളാണ്, നിങ്ങളിതിനെ ആരാധിച്ചോളൂ. ആ സാധുക്കൾ കഥയറിയാതെ അതിനെ ആരാധിച്ചു വരികയും ചെയ്തു. അങ്ങനെയാണ് ശിർക്ക് ഈ ഭൂലോകത്ത് തുടങ്ങുന്നത്. ഈ 5 ആളുടെ പേരാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. വദ്, സുവാ, യഗൂസ്, യഊഖ്, നേരത്തെ സൂറത്തുൽ നഹ്ലിലെ 23-ാമത്തെ ആയത്തിൽ. ഇനി നമ്മൾ അടുത്ത ആയത്തിലേക്ക് കടക്കുന്നു, 57-ാമത്തെ ആയത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദൗത്യം, റിസാലത്ത്, അവിടുന്ന് കൊണ്ടുവന്ന തൗഹീദിന്റെ സന്ദേശം മുശ്രിക്കുകൾ നിഷേധിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അള്ളാഹു നബിയോട് പറയാണ്, നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, അവർ നിശ്ചയിച്ചോട്ടെ, നിങ്ങളൊരു കാര്യം വെട്ടിത്തുറന്ന് പറഞ്ഞേക്കും. എന്താ പറയേണ്ടത്? ഞാൻ ഈ പറയുന്നത്, ഞാൻ ഈ വാദിക്കുന്നത് അത് വ്യക്തമായ ലക്ഷ്യസഹിതമാണ്. ഇതാണ് ഇനി അടുത്ത ആയത്തിൽ പറയുന്നത്. ഈ സത്യം നിഷേധിക്കുന്ന ആളുകൾ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് ശിക്ഷയ്ക്ക് വിധേയരാകേണ്ടി വരുമെന്നും വ്യക്തമാക്കുന്നു. എന്താണ് ആയത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഇന്നി അലാ ബയ്യിനത്തിൻ മിർ റബ്ബി വകസ്സബ്തും ബിഹി മാ ഇൻദി മാ തസ്തഅജിലൂന ബിഹി ഇനൽ ഹുക്മു ഇല്ലാ ലില്ലാഹ് യഖുസ്സുൽ ഹഖ്ഖ വഹുവ ഖൈറുൽ ഫാസിലീൻ. ഖുൽ നബി, അങ്ങ് പ്രഖ്യാപിക്കണം, ഇന്നി, നിശ്ചയം ഞാൻ, അലാ ബയ്യിനത്തിൻ മിർ റബ്ബി, എന്റെ റബ്ബിൽ നിന്നുള്ള സ്പഷ്ടമായ തെളിവിന്മേൽ തന്നെയാണ്. ഞാൻ ഈ പറയുന്നത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ്, വ്യക്തമായ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ്. വകസ്സബ്തും ബിഹി, നിങ്ങളത് നിഷേധിക്കുകയാണ്. എന്നിട്ട് പറയുന്നു, മാ ഇൻദി, എന്റെ അടുക്കൽ ഇല്ല, മാ തസ്തഅജിലൂന ബിഹി, നിങ്ങൾ ധൃതിപ്പെട്ട് ആവശ്യപ്പെടുന്ന കാര്യം, നിങ്ങൾ ധൃതി കൂട്ടി ആവശ്യപ്പെടുന്ന കാര്യം എന്റെ അടുക്കലില്ല. അതെന്താണെന്നറിയോ? നീ പറയുന്നത് സത്യമാണെങ്കിൽ ഞങ്ങൾ നിഷേധിക്കാം. ഇനി എന്റെ അങ്ങോട്ട് പറഞ്ഞത് ഞങ്ങൾ നിഷേധിച്ച ശിക്ഷ വരുന്നല്ല പറഞ്ഞത്. എവിടെ ശിക്ഷ? എന്താ ശിക്ഷ വരാത്തത്? ഇങ്ങനെ ചോദിച്ചിട്ട് ആ ശിക്ഷ വേണം കൊണ്ടുപോകാം.
ഇങ്ങനെയൊക്കെ പറഞ്ഞ് ധൃതി കൂട്ടിയിരുന്നു എന്നാണ്. അതാണ് പറയുന്നത് മാ ഇന്ത്യ എന്റെ അടുക്കലില്ല, മാ തുസ്താജിൽ നിങ്ങൾ ധൃതി കൂട്ടി ചോദിക്കുന്ന ശിക്ഷ അത് എന്റെ അടുക്കലുള്ള കാര്യമല്ല, റബ്ബിന്റെ അടുക്കലാണ്. ഇനിൽ ഹുക്കും ഇല്ലാലില്ല, അത് സംബന്ധമായ വിധിയൊക്കെ എടുക്കേണ്ട ആൾ അള്ളാഹുവാണ്. ഇനിൽ ഹുക്കും ഇല്ലാലില്ല, അത് സംബന്ധിച്ച വിധി അള്ളാഹുവിനുള്ളതാണ്. യഖുസ്സുൽ ഹഖ, അവൻ സത്യം നിങ്ങൾക്ക് വിവരിച്ചു തരുന്നു. യഖുസ്സു, അവൻ വിവരിച്ചു തരുന്നു, പറഞ്ഞു തരുന്നു, അറിയിച്ചു തരുന്നു. അൽ ഹഖ, സത്യം ഇന്നതാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു അവൻ. വഹുവ ഖൈറുൽ ഫാസിലീൻ, വഹുവ അവൻ ഖൈറുൽ ഫാസിലീൻ, വിധി കൽപ്പിക്കുന്നവരിൽ ഏറ്റവും ഉത്തമനാണ്. വിധി കൽപ്പിക്കുന്നവരിൽ ഏറ്റവും ഉത്തമനല്ല. അതുകൊണ്ട് സമയാസമയത്ത് അത് തീരുമാനം കൊടുക്കും. ശിക്ഷ എന്താ വരാത്തത് വെച്ച് ധൃതി കൂട്ടണ, എന്റെ അടുക്കേണ്ട കാര്യം എന്താ എടുക്കുന്നതാണ്. ബയ്യനത്തിനെന്ന് പറഞ്ഞാൽ വ്യക്തമായ ബയ്യനത്തിൻ, ഖുൽ ഇന്നി അലാ ബയ്യനത്തിൻ മിർ റബ്ബി, എന്റെ റബ്ബിൽ നിന്നുള്ള ബയ്യനത്തിൻ മേലാണ്. എന്റെ റബ്ബ്, എന്നെ പടച്ചു പരിപാലിക്കുന്ന റബ്ബ്, റബ്ബ് എന്ന് പറഞ്ഞാൽ അതാണ് അർത്ഥം. അപ്പൊ എന്നെ പരിപാലിക്കുന്നവന്റെ, എന്നെ തീറ്റിപ്പോറ്റുന്നവന്റെ ആജ്ഞ അനുസരിക്കൽ എന്റെ ബാധ്യതയല്ലേ? അവൻ പറഞ്ഞു എന്നതുകൊണ്ടാണ് ഞാൻ അനുസരിക്കുന്നത്, ഞാൻ അതാണ് പ്രബോധനം ചെയ്യുന്നത്. മാ ഇന്ദി മാ തസ്തഅജിലു നബി, മുശ്രിക്കുകൾ ചോദിച്ചിരുന്നു, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതൊക്കെ നേരാണെങ്കിൽ അത് നിഷേധിക്കും, ഞങ്ങൾക്ക് എന്തുകൊണ്ട് ശിക്ഷ വരുന്നില്ല? പരിഹസിക്കൽ പതിവായിരുന്നു. അതാണ് ഉദ്ദേശം. ഒരുപാട് ആളുകൾ അങ്ങനെ പലപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുമ്പോൾ ചോദിക്കാറുണ്ട്. നളർ ഇബ്നു ഹാരിസ്, അതേപോലെ തന്നെ ഖുറൈശികളുടെ നേതാക്കളൊക്കെ എവിടെയാ ശിക്ഷ അങ്ങോട്ട് കൊണ്ടുപോവാ? സൂറത്തുൽ ഇസ്രായിൽ 92-ലും സൂറത്തുൽ അൻഫാൽ 32-ലും ഒക്കെ അല്ലാഹു തആല വിഷയം പറയുന്നുണ്ട്. اللهم وإذ قالوا اللهم إن كان هذا هو الحق من عندك فأمطر علينا حجارة من السماء أو ائتنا بعذاب أليم. സൂറത്തുൽ അൻഫാൽ 32-ാമത്തെ ആയത്താണ്. അല്ലാഹുവേ, ഇവൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറയാണ്, അവർ പറയുന്നത് സത്യമാണെങ്കിൽ നീ ഞങ്ങളുടെ മേൽ കൽമഴ വർഷിക്ക്, അല്ലെങ്കിൽ വലിയ ശിക്ഷ കൊണ്ടുപോവാ. എന്തൊരു ധിക്കാരപരമായ സ്വഭാവമാണ്, ചോദ്യമാണത്. അല്ലാഹുമ്മ എന്ന് വിളിച്ചിട്ടാണ് അവർ പറയുന്നത്. അവർക്ക് തന്നെ അറിയാം അല്ലാഹു ഇലാഹാണ് എന്ന്. ആ അള്ളാഹുവിനെ വിളിച്ചിട്ട് പറയണം, ഈ പറയുന്നത് സത്യമാണെങ്കിൽ ഞങ്ങൾ അംഗീകരിക്കുന്നു എന്നാണ് പറയേണ്ടത്. അതിന് പകരം ഈ പറയുന്നത് സത്യമാണെങ്കിൽ ശിക്ഷ കൊണ്ടുപോവാ എന്ന് പറഞ്ഞു. എത്ര വലിയ ധിക്കാരമാണ് ആ ചോദ്യം, ആ പറച്ചിൽ! എത്ര വലിയ കിബറാണത്! ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ്, അതിന്റെ കാര്യം എന്റെ അടുക്കലല്ല. നിങ്ങൾ പരിഹസിക്കണ്ട, ശിക്ഷ വേണ്ട സമയത്ത് അള്ളാഹു തരും. അത് തീരുമാനിക്കൽ അതേ എനിക്കല്ല, അത് തീരുമാനിക്കല ഹുക്മ്, ആ അധികാരം അള്ളാഹുവിന്റെ അടുക്കലാണ്. ഏതെല്ലാം ശിക്ഷ എപ്പോഴൊക്കെ നടപ്പാക്കണമെന്നത് യുക്തിയുക്തം അവൻ തീരുമാനിച്ച് നടപ്പാക്കും. യഖുസ്സുൽ ഹഖ, സത്യത്തെ അവൻ നിങ്ങൾക്ക് വിവരിച്ചു തരികയാണ്. ഖൈറുൽ ഫാസിലീൻ, വിധി കൽപ്പിക്കുന്നവരിൽ ഏറ്റവും ഉത്തമനാണ്. ഫാസിൽ എന്ന് പറഞ്ഞാൽ വേർതിരിക്കുന്നവനാണ്. എന്നാലും ഒരു വിഷയത്തിൽ വിധി പറഞ്ഞാൽ അത് കൃത്യമായിട്ട് അവരുടെ വിഷയം വേർതിരിഞ്ഞ് കിട്ടുമല്ലോ. ഫാസിൽ അള്ളാഹുവാണ് ഏറ്റവും വലിയ ഹാക്കിം, അള്ളാഹുവാണ് ഏറ്റവും വലിയ ഫാസിൽ. ആർക്കും റബ്ബിനെ സ്വാധീനിക്കാനും കഴിയില്ലല്ലോ. നിഷ്പക്ഷമായ വിധിയായിരിക്കും പുറപ്പെടുവിക്കുക. കൈക്കൂലി കൊടുത്തിട്ട് മറ്റേ രക്ഷപ്പെടാൻ പറ്റുമോ? ഇവിടെ നമ്മൾ രക്ഷപ്പെടുന്നത് പോലെ കൈക്കൂലിയോ സ്വാധീനം ഉപയോഗിച്ച് രക്ഷപ്പെടാനും ഖിയാമത്താണെങ്കിൽ അള്ളാഹുവിന്റെ കോടതിയിൽ പറ്റൂല. പണ്ടൊരു ആറാബി ചോദിച്ചില്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, ഹിസാബ് ഉണ്ടാവും കിതാബ് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞപ്പോഴേ ആറാബി ചോദിച്ചു, മൻ യുഹാസിബുനാ യൗമൽ ഖിയാമ അല്ലാഹ് അമിൽ മലായിക. റസൂലുള്ളാഹിയോട് ചോദിക്കാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആരാണ് ഞങ്ങളെ ഖിയാമത്ത് നാളിൽ വിചാരണ ചെയ്യുക? അള്ളാഹു ആണോ അതോ മലക്കുകളാണോ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, അള്ളാഹു ആണ് ചെയ്യുക. അതിങ്ങോട്ട് കേട്ടപ്പോ ആ അറബി എന്താ പറഞ്ഞു? ഇദൻ നജൗനാ വറബ്ബിൽ കഅബ, അങ്ങനെയാണെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു, കഅബയുടെ റബ്ബ് തന്നെ സത്യം, അങ്ങനെ രക്ഷപ്പെട്ടു. ഇത് സ്വഹാബികൾ കേട്ടപ്പോൾ വലിയ അത്ഭുതമായി. എന്താ പറഞ്ഞു, എന്താ ഇയാളീ പറയുന്നു, അതെങ്ങനെ? അദ്ദേഹം മറുപടി പറഞ്ഞു, അള്ളാഹു അല്ലേ വിചാരണ ചെയ്യുന്നത്, അള്ളാഹു മാന്യനല്ലേ, കരീമല്ലേ, കാര്യവാനല്ലേ, റബ്ബിന് വേണമെങ്കിൽ പുറത്തറിയാലോ. മലായിക്കത്താണെങ്കിൽ അങ്ങനെയല്ലല്ലോ. മലായിക്കത്തോടെ പറഞ്ഞ പണി കൃത്യമായി അംഗീകരിക്കുന്ന അനുസരിക്കുന്ന ആളുകളാണ് അവർ. പുറത്തു തരാന്നുള്ള ഭാവം അവരെത്തില്ല. അവര് ചോദ്യം ചെയ്ത് നടപ്പാക്കും. പക്ഷെ അള്ളാഹു അങ്ങനെ, അള്ളാഹു വേണമെങ്കിൽ നമുക്ക് പുറത്തു തരാലോ. ഈ മറുപടി പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്രേ, പറഞ്ഞൊരു കാര്യം മനസ്സിലായിട്ടുണ്ട്. വിചാരണ കൂടാതെ സ്വർഗത്തിൽ പോകുന്നവരിൽ അള്ളാഹു രക്ഷപ്പെട്ടു. നമ്മൾ അടുത്ത ആയത്തിലേക്ക് കടക്കുന്നു. 58.
സത്യനിഷേധികളുടെ പൊതുവെ ഒരു സ്വഭാവമാണ് ശിക്ഷയുടെ കാര്യം പറഞ്ഞ് താക്കീത് നൽകുമ്പോഴൊക്കെ പരിഹസിക്കുക, അതിനെ അവഹേളിക്കുക അല്ലെങ്കിൽ പരിഹസിക്കുക. മക്കയിലെ മുശ്രിക്കുകളും അങ്ങനെ തന്നെയാണ് ചെയ്തത്. എപ്പോഴും ചോദിക്കും, എവിടെ ശിക്ഷ, എന്താ വരാത്ത, ശല്യം ചെയ്യുമായിരുന്നു. അതിന് മറുപടി നമ്മൾ കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞു. അത് ഒന്നുകൂടെ വ്യക്തമായി അല്ലാഹു പറയുകയാണ്. എന്താ വ്യക്തമായി പറയുന്നത്? എന്റെ കയ്യിലല്ല അത് എപ്പോഴാണ് എങ്ങനെയാണെന്നുള്ള തീരുമാനം അള്ളാഹുവിന്റെ കയ്യിലാണ്. അള്ളാഹു തീരുമാനിച്ചത്. ഇതാണ് നമ്മൾ കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞത്. ഞാൻ അടുത്ത ആയത്തിൽ ഒന്നുകൂടെ വ്യക്തമാക്കി പറയുന്നത്, അത് തീരുമാനിക്കാനുള്ള അധികാരം എന്റെ കയ്യിലായിരുന്നു എങ്കിൽ ഇതിനു മുമ്പ് തന്നെ കാര്യങ്ങൾ തീരുമാനിക്കപ്പെട്ടു കഴിയുമായിരുന്നു. അക്രമികൾ ആരാണ്, അവരെ എപ്പോഴാണ് പിടികൂടേണ്ടത് എന്നെല്ലാം അള്ളാഹുവിനറിയാം. അള്ളാഹുവിന് തീരുമാനിക്കണം. എന്റെ കയ്യിലാണ് നിയന്ത്രണാധികാരം എങ്കിൽ നമ്മളെ കാര്യം എപ്പോഴേ തീരുമാനമാകുമായിരുന്നു എന്നാണ് ഇനി പറയുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ലൗ അന്ന ഇൻദി മാ തസ്തഅജിലൂന ബിഹി ഖുൽ ലൗ അന്ന ഇൻദി മാ തസ്തഅജിലൂന ബിഹി ലഖദിയൽ അംറു ബൈനി വബൈനകും വല്ലാഹു അലമു ബിസ്സാലിമീൻ. ഖുൽ നബിയെ താങ്കൾ പറയണം, ലൗ അന്ന ഇൻദി, നിശ്ചയം എന്റെ അടുത്തായിരുന്നുവെങ്കിൽ, മാ തസ്തഅജിലൂന ബിഹി, നിങ്ങൾ ധൃതി കൂട്ടി ആവശ്യപ്പെടുന്ന ആ ശിക്ഷയുടെ കാര്യം എന്റെ അടുത്തായിരുന്നുവെങ്കിൽ, അത് തീരുമാനിക്കാനുള്ള അധികാരം എനിക്കായിരുന്നുവെങ്കിൽ, ലഖദിയൽ അംർ, തീരുമാനിക്കപ്പെട്ടു കഴിഞ്ഞാൽ, കാര്യം തീരുമാനിക്കപ്പെട്ടു കഴിഞ്ഞാണ്. ബൈനി വബൈനകും, എന്റെയും നിങ്ങളുടെയും ഇടയിലുള്ള പ്രശ്നം, കാര്യം തീരുമാനിക്കപ്പെട്ടു കഴിഞ്ഞാണ്. അങ്ങനെയല്ല, അള്ളാഹിന്റെ അടുക്കലാണ്. അപ്പൊ അള്ളാഹു വേണ്ട സമയത്ത് ചെയ്യും. വല്ലാഹു അലമു ബിസ്സാലിമീൻ. അക്രമികൾ ആരാണെന്നും ആ അക്രമികൾ എപ്പോഴാണ് പിടികൂടേണ്ടതെന്നൊക്കെ അള്ളാഹുവിന് കൃത്യമായി അറിയാം. ലാലിമീങ്ങളെ സംബന്ധിച്ച് ഏറ്റവും കൃത്യമായി അറിയുന്നവൻ അള്ളാഹുവാണ്. എന്റെ അടുക്കലാണ് കാര്യമെങ്കിൽ എപ്പോഴേ തീരുമാനമായിരുന്നു, എപ്പോഴേ കഥകൾ കഴിഞ്ഞേനാണ് അർത്ഥം. 59-ാമത്തെ ആയത്തിലേക്ക് നമ്മൾ കടക്കും. ഇനി പറയുന്നത് അള്ളാഹുവിന്റെ അറിവിനെ കുറിച്ചാണ്. അള്ളാഹുവിന്റെ അറിവ് വിപുലമാണ്, വിശാലമാണ്. എല്ലാ പരോക്ഷവും പ്രത്യക്ഷവും അറിയുന്നവനാണ്. എല്ലാ സംഗതികളും പൊതുവായും വേർതിരിച്ചും അവന്റെ അറിവിന്റെ പരിധിയിൽ വരുന്നുണ്ട്. കരയിലുള്ളത്, കടലിലുള്ളത്, വലുത് ചെറുത്, പച്ച ഉണങ്ങിയത്, ഇങ്ങനെയുള്ളതൊന്നും തന്നെ അവന്റെ അറിവിൽ നിന്നും പുറത്തല്ല. ഏത് ചെറിയ സംഗതികളും അവന്റെ അറിവിൽ നിന്നും പുറത്തല്ല. ആയത്ത് നോക്കാം, എന്നിട്ട് നമുക്ക് വിശദീകരിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وعنده مفاتيح الغيب لا يعلمها إلا هو ويعلم ما في البر والبحر وما تسقط من ورقة إلا يعلمها ولا حبة في ظلمات الأرض ولا رطب ولا يابس إلا في كتاب مبين. وعنده, അള്ളാഹുവിന്റെ അടുക്കൽ മാത്രമാണ് മഫാത്തിഹുൽ ഗൈബി, അദൃശ്യകാര്യങ്ങളുടെ താക്കോലുകൾ. മഫാത്തിഹ് എന്ന് പറഞ്ഞാൽ മിഫ്താഹ് എന്നതിന്റെ പ്ലൂറലാണ്, താക്കോലുകൾ. അദൃശ്യകാര്യങ്ങളുടെ താക്കോലുകൾ റബ്ബിന്റെ അടുക്കലാണ്. ലാ യഅലമുഹാ ഇല്ലാഹു, ആ അദൃശ്യകാര്യങ്ങൾ അവനല്ലാതെ വേറെ ആരും അറിയുകയില്ല. എന്നിട്ട് ഇനി അള്ളാഹുവിന്റെ അറിവിന്റെ വ്യാപ്തി വിശദീകരിക്കുകയാണ്. വയഅലമു, അവൻ അറിയും, മാ ഫിൽ ബർരി, കരയിലുള്ളതെല്ലാം, വൽ ബഹരി, കടലിലുമുള്ളതും എല്ലാം അള്ളാഹു അറിയാം, അള്ളാഹുവിനറിയാം. അതേപോലെ തന്നെ വമാ തസ്ഖുതു, വീഴുന്നതും അറിയാം. മിൻ വറഖത്തിൻ, ഇല വീഴുന്നത് പോലും അവനറിയാം. വമാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹാ, ഒരു ഇല വീഴുന്നത് പോലും അവൻ അറിയാതെ ഇരിക്കില്ല. വലാ ഹബ്ബത്തിൻ ഫീ ദുലുമാത്തിൽ അർളി, ഭൂമിയുടെ ഇരുട്ടിൽ, ഭൂമിയുടെ ഉള്ളിലുള്ള ഒരു ധാന്യമണിയെ, വലാ റുത്ബിൻ, പച്ചയോ, വലാ യാബിസിൻ, ഉണങ്ങിയതോ ആയ ഏതെങ്കിലും ഒരു വസ്തുവോ അവൻ അറിയാതിരിക്കില്ല. വമാ തസ്ഖുത്തിൻ വറഖ, ഇല കൊഴിയുന്നത് പോലും അവൻ അറിയും. വലാ ഹബ്ബത്തിൻ ഫീ ദുലുമാത്തിൽ അർളി, ഭൂമിയുടെ ഇരുട്ടുകളിലുള്ള ധാന്യമണികളെ കുറിച്ച് അവൻ അറിയും. വലാ റുത്ബിൻ, എന്ത് പച്ചയായ സാധനം അതിനെ കുറിച്ചറിയും. യാബിസിൻ, വലാ യാബിസിൻ, എന്ത് ഉണങ്ങിയ സാധനം അതിനെ കുറിച്ചും അറിയും. അപ്പൊ ഉണങ്ങിയതോ, പച്ചയോ, ഭൂമിയുടെ ഉള്ളിലുള്ളതോ എന്തോ ആവട്ടെ, ഏത് വസ്തുവും അവന്റെ അറിവിൽ നിന്നും പുറത്തല്ല. ഈ വസ്തുക്കളെ കുറിച്ചൊക്കെയുള്ള വിവരങ്ങൾ ഇല്ലാ ഫി കിതാബിൻ മുബീൻ, വ്യക്തമായ ഒരു ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്താതെയും ഇല്ല. എന്നാൽ ഇതിനെക്കുറിച്ച് വിവരങ്ങളൊക്കെ വ്യക്തമായ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹുവിനെ അതിനെക്കുറിച്ചൊക്കെ അറിയുകയും ചെയ്യാം. അള്ളാഹുവിന്റെ അറിവ് എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തെ ആകമാനം ചൂഴ്ന്നു നിൽക്കുന്നതാണ്.
ഈ ആയത്തിലെ പ്രത്യേക പദങ്ങൾ അർത്ഥം മനസ്സിലാക്കിയല്ലോ അല്ലേ? വറക്കത്ത് എന്ന് പറഞ്ഞാൽ ഇല, ഹബ്ബത്ത് എന്ന് പറഞ്ഞാൽ ധാന്യമാണ്, റത്തുബ് ഉണങ്ങിയത്, യാബിസ് റത്തുബ് എന്ന് പറഞ്ഞാൽ നനഞ്ഞ അല്ലെങ്കിൽ പച്ച, യാബിസ് അദൃശ്യകാര്യങ്ങളോ താക്കോലുകളൊക്കെയും അള്ളാഹുവിന്റെ അടുക്കലാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ആയത്ത് ആരംഭിക്കുന്നത്. വഇൻദഹു മഫാത്തിഹുൽ ഗൈബി, ഭൂമിയും ആകാശവും അതിനപ്പുറവുമുള്ള സർവ്വവിധ സ്ഥലങ്ങളിലെയും രഹസ്യങ്ങൾ ഇത് ഉൾക്കൊള്ളുന്നു. അതിനെക്കുറിച്ച് മനുഷ്യർക്കോ മറ്റാർക്കെങ്കിലുമോ യാതൊരു വിവരമില്ല, അത് അള്ളാഹുവിന് മാത്രം അറിയും എന്നാണ് ആദ്യമായി പറയുന്നത്. ഇവിടെ ഈ പറഞ്ഞ സംഗതികളുടെ ക്രമം വളരെ മനോഹരമാണ് എന്ന് മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നുണ്ട്. ഒന്നാമതായി പറഞ്ഞ വിഷയം ഇന്ദ്രിയാതീതമായ കാര്യങ്ങളെക്കുറിച്ചാണ്, അദൃശ്യകാര്യം, നമുക്ക് ആലോചിക്കാനോ നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് കണ്ടെത്താനോ കഴിയാത്ത ഗൈബിനെ കുറിച്ച്. വഇൻദഹു മഫാത്തിഹുൽ ഗൈബി ലാ യഅലമുഹാ ഇല്ലാ ഹു, അതാദ്യം പറഞ്ഞു. രണ്ടാമത് പറഞ്ഞത് ഏറെക്കുറെ ഇന്ദ്രിയാധീനമായ, നമുക്കൊക്കെ കാണാനും ഏറെക്കുറെ മനസ്സിലാക്കാനും പറ്റുന്ന കാര്യം, അതായത് കരയും കടലും. ആദ്യം ഗൈബിനെ കുറിച്ച് പറഞ്ഞു, പിന്നെ നമുക്ക് കുറെയൊക്കെ കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ബർറും ബഹറും പറഞ്ഞു. ആദ്യം കര, പിന്നെ കടൽ. നമ്മൾ പലപ്പോഴും പല ആളുകളും കാണുന്നതാണ്, പക്ഷെ കാണുകയാണെങ്കിൽ തന്നെ നമുക്ക് അതിനെക്കുറിച്ച് എന്താ വിശാലമായി അറിയുന്നത്? ആ കടലിന്റെ ആഴിയിലുള്ള രഹസ്യങ്ങൾ നമുക്കറിയോ? ഇല്ല. ഇതൊക്കെ അള്ളാഹുവിന് മാത്രമാണ് അറിയാം. ഏതുവരെ എന്നറിയോ? അതാണ് അടുത്തതായി പറയുന്നത്. അള്ളാഹുവിന് കരയിലും കടലുമുള്ളതൊക്കെ അറിയാം. ഏതുവരെ? ഉണ്ടോ ആ ക്രമം? ഏറ്റവും ടോപ്പിൽ നിന്ന് ഇങ്ങനെ തുടങ്ങിയിട്ട് ഇങ്ങനെ താഴോട്ട് കൊണ്ടുവരണം. വളരെ വളരെ പിന്നെ ചെറിയ ഐറ്റം പോലും അള്ളാഹുവിന് അറിയാമെന്ന് പറയുന്നത്. മൂന്നാമതായി റബ്ബ് പറയുന്നത് രണ്ട് കൊച്ചു കാര്യങ്ങളാണ്. ഒന്ന്, മേൽഭാഗത്തുണ്ടാവുന്ന ഇല വീഴുക. രണ്ട്, താഴ്ഭാഗത്തുണ്ടാവുന്ന വിത്തുകൾ മുളക്കുക. അതാണ് ഒമാ തസ്ഖത്തു വറക്കത്തിൻ, ഇല വീഴുമ്പോൾ മുളന്ന് താഴോട്ടുള്ളത്. പിന്നെ വലാ ഹബ്ബത്തിൻ ഫീ ദുൽമാത്തിൽ അർദ്, അത് ഭൂമിയുടെ ഉള്ളിലുള്ള സംഗതിയാണ്. അടിയിൽ നിന്ന് മുകളിലോട്ട് അല്ലേ വിത്തുകൾ മുളക്കുന്നത്, ധാന്യമണികൾ മുളക്കുന്നത്. അപ്പൊ ഈ കാര്യങ്ങൾ മൊത്തമായും അറിയാം, സൂക്ഷ്മമായും അറിയാം. പിന്നെ അല്ലാഹു തആല പറയുന്നത് വീണ്ടും കരയിലെ തന്നെ ചില കാര്യങ്ങളാണ്. വലാ റത്ബിൻ വലാ യാബിസിൻ, പച്ചയോ ഉണങ്ങിയതോ അതുമാണ്. അപ്പോ അതിന്റെ ആ ക്രമം ശ്രദ്ധേയമാണ് എന്ന് ചുരുക്കം. എല്ലാം അല്ലാഹു. നമ്മളെന്താ വിചാരിച്ചത്? നമുക്കൊക്കെ ഒരു ധാരണ കണ്ടു, വാതിലടച്ച് കുത്തിയിട്ടാൽ ആരും അറിയാൻ പറ്റുന്നില്ല. ഇന്ന് പല ആളുകളും തെറ്റ് ചെയ്യുന്നത് അങ്ങനെയാണ്. ഒഴിഞ്ഞ സ്ഥലത്തായാലും മൊബൈലും കയ്യിലുണ്ടെങ്കിൽ മതി. ഒരു ഇല വീഴുന്നത് വരെ റബ്ബിന് അറിയാമെന്ന് പറഞ്ഞാൽ അതിന്റെ ഗൗരവം മനസ്സിലാക്കണ്ടേ? വെറുതെ അങ്ങോട്ട് ആയത്തിന്റെ അർത്ഥം പറഞ്ഞ് മനസ്സിലാക്കിയ പോലെ മതിയോ? വെറുതെ ആയത്തിന്റെ അർത്ഥം പറഞ്ഞു പോലെ. ഒരു ഇല വീഴുന്നത് എങ്ങനെയാ? അതിന്റെ പണി, അതിനെ ഏൽപ്പിച്ച പണി അത് ചെയ്ത് തീരുമ്പോഴാണ്. ആ ചെടിക്ക് വേണ്ട ന്യൂട്രീഷൻ കൊടുത്തു കഴിഞ്ഞു, അല്ലെങ്കിൽ അതിന്റെ പഴം പഴുത്തു കഴിഞ്ഞു, അതിനെ ധർമ്മം നിർവഹിച്ചാൽ പിന്നെ അതിന്റെ കനം കുറയും, പിന്നെ അതിന് കാറ്റ് വീശി കൊടുക്കണം. അപ്പൊ തന്നെ അത് ഒക്കെ ഒപ്പം താഴോട്ട് വീഴൂല, കുറച്ച് കുറച്ചിങ്ങനെ വീഴും. ഏത് മരത്തിൽ നിന്നൊക്കെ വീഴണം, ഏത് വലിപ്പത്തിലുള്ളതിൽ വീഴണം, എപ്പോൾ വീഴണം, എത്രയൊക്കെ വീഴണം, എത്ര നിൽക്കണം, ഇതൊക്കെ ഇത് നമുക്ക് നിസ്സാരമായി തോന്നുന്ന ചെറിയ കാര്യങ്ങൾ. പക്ഷേ ഈ നിസ്സാരമായി തോന്നുന്ന കാര്യങ്ങൾ വരെ അല്ലാഹുവിന് അറിയാം, കൃത്യമായി അറിയാം. ഇത് വളരെ പ്രധാനപ്പെട്ട വിഷയമല്ലേ? ഇല്ല, അല്ലാഹു തആല പറഞ്ഞത് ചെറിയ കാര്യം പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കി തരണം. ഏത് രഹസ്യങ്ങൾ നിങ്ങൾ ചെയ്താലും, ആരറിയാതെ ചെയ്താലും ഞാനറിയാം. എന്തിപ്പോ ഇവിടെ ഇത് പറയാൻ കാരണം? ഇല എന്ന് പ്രത്യേകം പറയാൻ കാരണം എന്താ അറിയോ? തൊട്ടു മുമ്പുള്ള ആയത്ത് അവസാനിച്ചത് എങ്ങനെയാ? വല്ലാഹു അഅലമു ബിദ്ദാലിമീൻ, അക്രമികൾ ആരാണ് എന്ന് അള്ളാഹുവിന് കൃത്യമായി അറിയാമെന്നാണ്. അപ്പൊ ഒരു ശിക്ഷയോ കൂലിയോ ഒന്നും കൊടുക്കേണ്ടാത്ത തികച്ചും നിസ്സാരമായ ഇല വീഴുന്നത് വരെ റബ്ബ് അറിയുന്നുണ്ടെങ്കിൽ അക്രമികൾ ചെയ്യുന്നത് അറിയാതിരിക്കുവോ? ഒക്കെ അറിയുന്നുണ്ട്. അതിനനുസരിച്ച് സമയമാകും പ്രതിഫലം കൊടുക്കുകയും ചെയ്യും. അപ്പൊ ഇത്തരം സംഗതികളൊക്കെ ഇല്ലാത്ത കിതാബ് മുബീൻ, വ്യക്തമായ കിതാബിൽ അള്ളാഹു രേഖപ്പെടുത്തി വെച്ചിട്ടുമുണ്ട്. ഏതാണ് കിതാബ്? ലൗഹുൽ മഹ്ഫൂദ് ആണ് ഉദ്ദേശം. എല്ലാ രേഖകളും സൂക്ഷിച്ചു വെച്ച ലൗഹുൽ മഹ്ഫൂദ് അല്ലെ? നമ്മൾ അതിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്.
വഇൻദഹു മഫാത്തിഹുൽ ഗൈബി. ഗൈബ് എന്ന് പറഞ്ഞാൽ, അദൃശ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബുദ്ധിക്കോ പഞ്ചേന്ദ്രിയങ്ങൾക്കോ അതീതമായ കാര്യങ്ങൾക്കാണല്ലോ അദൃശ്യം എന്ന് പറയും. പതിവനുസരിച്ചോ ചില ലക്ഷണങ്ങൾ മുഖേനയോ ഉണ്ടാകുന്ന അനുമാനങ്ങൾ അത് യാഥാർത്ഥ്യമായി പുലർന്നാലും അത് അദൃശ്യജ്ഞാനമല്ല. അതേപോലെ തന്നെ യന്ത്രങ്ങൾ മുതലായ ഉപകരണങ്ങൾ വഴി ലഭിക്കുന്ന അറിവുകളും ഗൈബിൽ ഉൾപ്പെടുകയില്ല. കാറ്റ്, അതിൽ മേഘം, ഊർജം, ചൂട്, ഇതൊക്കെ ഉപയോഗിച്ച് ഇന്ന സമയങ്ങളിൽ ഇന്ന സ്ഥലത്ത് മഴ പെയ്യുമെന്നൊക്കെ ചില കാലാവസ്ഥ നിരീക്ഷകർ പറയാറുണ്ട്, അല്ലേ? അതേപോലെ ഡോക്ടർമാർ ഗർഭസ്ഥ ശിശുവിൻ്റെയും രോഗിയുടെയും ഒക്കെ മരണത്തെക്കുറിച്ച്, ജനനത്തെക്കുറിച്ച് ചില അഭിപ്രായങ്ങളൊക്കെ പറയാറുണ്ട്. ഇത് പലപ്പോഴും തെറ്റാവാറുണ്ടെന്നാൽ ചിലപ്പോൾ ശരിയാവാറുണ്ട്, ഏറെക്കുറെ ശരിയാവാറുമുണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ എന്താണ് പറയാ, അദൃശ്യ ഗൈബായ വിഷയങ്ങൾ അത് അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞ യന്ത്രങ്ങൾ മുഖേന, അതല്ലെങ്കിൽ ഇത്തരം കാലാവസ്ഥ നിരീക്ഷകന്മാർ, മറ്റ് ഡോക്ടർമാർ പറയുന്ന വിഷയങ്ങൾ, അതൊന്നും ഇപ്പം ഇതിന്റെ പരിധിയിൽ വരുന്നതല്ല. അത് തെറ്റാവാൻ ശരിയാവാം, അത് കൃത്യമായി സൂക്ഷ്മമായി ശരിയാവണമെന്നില്ല. എല്ലാം കൃത്യമായി ഒരു വസ്തുവിന്റെ എ മുതൽ Z വരെ എല്ലാ കാര്യങ്ങളും കൃത്യമായി അറിയാനും പറയാനും കഴിയുന്നത് അള്ളാഹുവിന് മാത്രമാണ്. അതേസമയം അള്ളാഹു ഇഷ്ടമുള്ള ആളുകൾക്ക് ഗൈബ് അറിയിച്ചു കൊടുക്കും. അത് പരിശുദ്ധ ഖുർആനിലും മറ്റും പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. ഇഷ്ടമുള്ള ആളുകൾക്ക് അള്ളാഹു തആല അദൃശ്യ കാര്യങ്ങൾ അറിയിച്ചു കൊടുക്കും. ഒരുപാട് ആൾക്ക് അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. അമ്പിയാക്കൾക്ക് അറിയിച്ചു കൊടുത്തിട്ടുണ്ട്, മുസല്ലാസ്മതങ്ങൾക്ക് അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. മൂസാ നബി അലൈഹി സ്വലാമിന്റെ കൂടെ യാത്ര ചെയ്ത ഖിദർ നബി അലൈഹി സ്വലാം അറിയിച്ചു കൊടുത്ത സംഭവം സൂറത്തുൽ കഹ്ഫിൽ പറയുന്നുണ്ട്, അല്ലേ? വഇൻദഹു മഫാത്തിഹുൽ ഗൈബ്. എന്തൊക്കെയാണ് മഫാത്തിഹുൽ ഗൈബ് എന്ന് ഖുർആനും സുന്നത്തും വിശദീകരിച്ച വിഷയമാണ്. മഫാത്തിഹുൽ ഗൈബ് പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് വിശദമായി ഖുർആനും ഹദീസിന്റെയും വെളിച്ചത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഗൈബിന്റെ താക്കോലുകൾ, അദൃശ്യകാര്യങ്ങളുടെ താക്കോലുകൾ സൂറത്തുൽ ലുഖ്മാനിലെ 34-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല വിഷയം പറയുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ് സഅഹ വയുനസ്സിലുൽ ഗൈസ വയഅലമു മാ ഫിൽ അർഹാം വമാ തദ്രി നഫ്സുൻ മാദാ തക്സിബു ഗദാ വമാ തദ്രി നഫ്സുൻ ബിഅയ്യി അർദിൻ തമൂത് ഇന്നല്ലാഹ അലീമുൻ ഖബീർ. അല്ലാഹുവിന്റെ അടുക്കലാണ് ഖിയാമത്ത് നാളിന്റെ അടയാളം. അപ്പോൾ മഫാത്തിഹുൽ ഗൈബ്, അദൃശ്യങ്ങളുടെ താക്കോലുകൾ ഏതാണ് എന്നാണ് ഈ ആയത്തിൽ അല്ലാഹു തആല പറയുന്നത്. ഈ ആയത്ത് ഇറങ്ങാനുള്ള കാരണം അവിടെ മുഫസ്സിറുകൾ വിശദീകരിക്കുന്നത്, ഗ്രാമത്തിൽ താമസിക്കുന്ന ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്നവർക്ക് ചോദിച്ചു, ഞാൻ ഇങ്ങോട്ട് വരുമ്പോഴേ എൻ്റെ ഭാര്യ ഗർഭിണിയാണ്, അവള് എന്ത് കുട്ടിയായിരിക്കും പ്രസവിക്കുക? ഞങ്ങളുടെ നാട്ടിൽ മഴ കിട്ടാതെ പ്രയാസത്തിലാണ്, എപ്പോഴാണ് മഴ പെയ്യുക? എവിടെയാണ് എൻ്റെ ജന്മസ്ഥലം എന്ന് എനിക്കറിയാം, പക്ഷേ ഞാൻ എവിടെ വെച്ചാണ് മരിക്കുക? ഇതൊക്കെ ഒന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോഴാണ് സൂറത്തുൽ ലുഖ്മാനിലെ 34-ാമത്തെ ആയത്ത് അവതരിച്ചത്. അള്ളാഹു അല്ലാത്ത മറ്റാരും അറിയാത്ത 5 കാര്യങ്ങളാണ് ഇവിടെ വിവരിച്ചത്. ഒന്ന് ഇൽമുസ് സഅ, അന്ത്യനാൾ, അത് എപ്പോൾ എവിടെ ഉണ്ടാകുമെന്ന് ആർക്കും അറിയില്ല. രണ്ടാമത്തേത് മഴ പെയ്യുന്ന കാര്യം, അത് എപ്പോൾ എവിടെ എത്ര എങ്ങനെ ഇതും ആർക്കും കൃത്യമായി പറയാൻ കഴിയില്ല. ഗർഭസ്ഥ ശിശു, മൂന്നാമത്തെ വിഷയം അതാണ്. ഗർഭസ്ഥ ശിശു അതിൽ പൂർണ്ണ ശിശുവാണോ അപൂർണമായ ശിശുവാണോ, സൽസ്വഭാവിയാണോ ദുസ്വഭാവിയാണോ, ആരോഗ്യമുള്ളതാണോ ഇല്ലാത്തതാണോ, ബുദ്ധിമാനാണോ ബുദ്ധി മാന്യം സംഭവിച്ച കുട്ടിയാണോ, ആ കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ സമൂഹത്തിൽ അവന്റെ ഭാഗധേയം എന്താണ്, ജീവിതത്തിലെ 100 ശാഖാപരമായ മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ്, ആ കുട്ടിയുടെ രോഗ ആരോഗ്യ അവസ്ഥകൾ എന്തൊക്കെയാണ്, ആ കുട്ടിയുടെ ആവശ്യം എത്രയൊക്കെയാണ്, ഇത്ര എല്ലാ കാര്യങ്ങളും അല്ലാഹുവിനെ മാത്രമേ അറിയുള്ളൂ. ഇതാണ് മൂന്നാമത്തെ അവിടെ പറഞ്ഞ വൈദ്യം. ഗർഭം തികഞ്ഞ് ഒരു പരിപൂർണമായ ആ ഒരു കുട്ടിയായി തന്നെ അത് പ്രസവിക്കപ്പെടുമോ, അതോ ചാപ്പിള്ളയാകുമോ, അലസിപ്പോകുമോ, ഇതൊക്കെ അല്ലാഹുവിനെ അറിയുള്ളൂ. പിന്നെ ഉപകരണങ്ങൾ മുഖേന അറിയുന്നത് ഇവിടെ പറഞ്ഞതിന് അപവാദമല്ല എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, പ്രത്യേകം മനസ്സിലാക്കണം. അതുതന്നെ അപൂർണമാണ് താനും. നാലാമതായി പറഞ്ഞ ഗൈബ് ഈ ആയത്തിൽ ഒരാൾ നാളെ എന്ത് ചെയ്യും എന്നതാണ്. അതാർക്കും പറയാൻ കഴിയില്ലല്ലോ. വമാ തദ്രി നഫ്സുൻ മാദാ തക്സിബു ഗദാ, നാളെ എന്ത് ചെയ്യാൻ കഴിയും, നാളെ എന്ന് പറഞ്ഞാൽ അടുത്ത നിമിഷം എന്ത് ചെയ്യാൻ കഴിയുന്നവർക്കും പറയാൻ കഴിയില്ല. അഞ്ചാമതായി വമാ തദ്രി നഫ്സുൻ ബിഅയ്യി അർദിൻ തമൂത്, എവിടെ വെച്ചാണ് മരണപ്പെടുക എന്ന് ആർക്കും പറയാൻ കഴിയില്ല. ഇതാണ് 5 കാര്യങ്ങൾ. മഫാത്തിഹുൽ ഗൈബ് എന്നാണ് ഇവ അറിയപ്പെടുക. ഇത് ഇവിടെ 5 പറഞ്ഞു. പക്ഷെ ഇവക്ക് പുറമെ അള്ളാഹു അല്ലാതെ മറ്റാരും അറിയാത്ത എത്രയോ കാര്യങ്ങൾ വേറെയുമുണ്ട്. ഈ 5 കുറിച്ചാണ് അദൃശ്യകാര്യങ്ങളുടെ താക്കോലുകൾ മഫാത്തിഹുൽ ഗൈബ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകമായി പറഞ്ഞത്.
സത്യത്തിൽ അള്ളാഹുവിന് മാത്രമേ അറിയൂ എന്ന് ഖുർആനിൽ പറഞ്ഞ ഈ 5 ഗൈബുകൾ മുഴുവൻ, അല്ലെങ്കിൽ അതുപോലെ ഉള്ള മറ്റു ഗൈബുകൾ, അല്ലെങ്കിൽ ഈ ഗൈബിന്റെ മറ്റു ചില ഭാഗങ്ങൾ, ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഏത് അദൃശ്യകാര്യമായാലും അള്ളാഹു ഇഷ്ടപ്പെട്ട ആളുകൾക്ക് അള്ളാഹു ആർക്കെങ്കിലും അറിയിച്ചു കൊടുക്കുകയാണെങ്കിൽ അവരും അറിയും. ഇത് പ്രാമാണികമായി മനസ്സിലാക്കേണ്ട വിഷയമാണ്. നമ്മുടെ ഇമാമുകൾ കൃത്യമായി വിവരിച്ചിട്ടുണ്ട്. അഹ്ലുസുന്നത്തുൽ ജമാഅത്തിന്റെ നിലപാടും ഇതാണ്. അദൃശ്യജ്ഞാനമുള്ളവൻ എന്നത് അള്ളാഹുവിന്റെ വിശേഷണമാണ്, ശരി. പക്ഷേ അള്ളാഹുവിന്റെ അനുമതി പ്രകാരം, അല്ലെങ്കിൽ അവൻ അറിയിച്ചു കൊടുത്തത് പ്രകാരം മഹാത്മാക്കൾക്കും അത് അറിയാൻ കഴിയും. അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ വിശ്വാസം അതാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു വിശ്വാസമാണിത്. കാരണം ഇത് നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ വേറെ പല പ്രയാസങ്ങളും അതുകൊണ്ടുണ്ടാവും. മുഅ്ജിസത്തിനെയും കറാമത്തിനെയും നിഷേധിക്കേണ്ടി വരും. കാരണം മുഅ്ജിസത്തും കറാമത്തും നമുക്ക് അമ്പിയാക്കൾക്കുണ്ടാകുന്ന അമാനുഷിക കാര്യങ്ങളാണ് മുഅ്ജിസത്ത്, മഹാന്മാർക്കുണ്ടാകുന്ന അമാനുഷികതകളാണ് കറാമത്ത്, അല്ലേ? ഇതൊക്കെ അസാധാരണങ്ങളായ കാര്യങ്ങളാണല്ലോ. അപ്പോ ഇവിടെ നമ്മൾ ഈ വിഷയം നിഷേധിക്കാൻ പാടില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അതാണ്. അത് നിഷേധിച്ചാൽ ഇതേപോലെയുള്ള സംഗതികളും നിഷേധിക്കേണ്ടി വരും. അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല. അള്ളാഹു അറിയിച്ചു കൊടുത്താൽ, അള്ളാഹു ഇഷ്ടപ്പെട്ട ആളുകൾക്ക് ഗൈബ് അറിയിച്ചു കൊടുത്താൽ അങ്ങനെയൊക്കെ അറിയാൻ കഴിയും. ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ് നമുക്ക് പഠിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് ഇതിനെ നമ്മൾ ദുആ ചെയ്ത് പിരിയുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അള്ളാഹു ഞങ്ങൾ പറഞ്ഞതും കേട്ടതും സ്വാലിഹായ അമലായി സ്വീകരിക്കാൻ റബ്ബേ. ആഖിറത്തിലേക്ക് വരവ് വെക്കണ തമ്പുരാനെ. നിന്റെ ഖുർആനിന് ഇൽമിന് ദീനിനെ ഖിദ്മത്ത് ചെയ്യാൻ അവസരം നൽകണം റബ്ബേ. ഇഖ്ലാസ് നൽകണം തമ്പുരാനെ. എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും ആപത്തുകളും മുസീബത്തും രോഗങ്ങളും സലാമത്താക്കി നൽകണം തമ്പുരാനെ. ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ പറഞ്ഞത് എല്ലാവർക്കും ഹൈർ നൽകണം തമ്പുരാനെ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് കൊടുക്കണേ അല്ലാഹ്. ഞങ്ങൾ തെറ്റുകുറ്റങ്ങളെ പറ്റി മാപ്പാക്കണം തമ്പുരാനെ. തൗബ ചെയ്ത് മരിക്കാനുള്ള ബോധത്തോടെ മരിക്കാൻ അവസരം നൽകണം തമ്പുരാനെ. ഈമാൻ സലാമത്താക്കാൻ റബ്ബേ. നീ ഞങ്ങളെ ഏറ്റെടുത്ത് രക്ഷിക്കണം തമ്പുരാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. دعاء ചെയ്യണം. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. والسلام عليكم ورحمة الله وبركاته.